വിലവർദ്ധനയ്ക്ക് വഴിവെച്ച് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ 10ാം ബജറ്റ് 5% GST ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 2 വർഷത്തേക്ക് 1% പ്രളയ സെസ് ഏർപ്പെടുത്തി. മദ്യത്തിനും മോട്ടോർ വാഹനങ്ങൾക്കും വില വർദ്ധിക്കും. ഭൂമിയുടെ ന്യായവിലയും സർക്കാർ സേവനങ്ങളുടെ ഫീസും വർദ്ധിപ്പിച്ചു. പ്രളയ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്താനായി GST കൗൺസിൽ അംഗീകാരം നൽകിയ പ്രളയ സെസ് ധനമന്ത്രി പ്രഖ്യാപിച്ചു. 5ാം പട്ടികയിൽ വരുന്ന സ്വർണം, വെള്ളി, പ്ലാറ്റിനം ആഭരണങ്ങൾക്കുൾപ്പെടെ ചരക്കുകൾക്ക് 0.25%, GST നിരക്ക് 12, 18, 20% വരുന്ന പട്ടികകളിൽ പെട്ട എല്ലാ സേവനങ്ങൾക്കും ചരക്കുകൾക്കും 1% പ്രളയ സെസ് 2 വർഷക്കാലത്തേക്ക് ചുമത്തുന്നു. 600 കോടി രൂപയാണ് പ്രതിവർഷം പ്രതീക്ഷിക്കുന്ന വരുമാനം. നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില വർദ്ധിപ്പിക്കുന്നതാണ് തീരുമാനം. ബിയർ, വൈൻ ഉൾപ്പെടെ എല്ലാ മദ്യത്തിനും 2% നികുതി വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചതിലൂടെ ഭൂമി രജിസ്ട്രേഷൻ ചെലവും വർദ്ധിക്കും. മോട്ടോർ വാഹനങ്ങൾ വാങ്ങുമ്പോൾ അടയ്ക്കേണ്ട ഒറ്റത്തവണ നികുതി 1% വർദ്ധിപ്പിച്ചതിലൂടെ 180 കോടി രൂപ കണ്ടെത്തും. നികുതി കുടിശ്ശിക, പാട്ടക്കുടിശ്ശിക, മോട്ടോർ വാഹന കുടിശ്ശിക, അണ്ടർ വാല്യൂഷൻ കേസുകൾ എന്നിവയ്ക്കെല്ലാം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഏർപ്പെടുത്തി അധിക വരുമാനത്തിനും ധനമന്ത്രി വഴി തേടുന്നുണ്ട്. സിനിമാ ടിക്കറ്റുകൾക്ക് വിനോദ നികുതി 10% ഏർപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി. റവന്യൂ ഓഫീസുകൾ ഉൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾക്ക് ഈടാക്കുന്ന ചാർജുകളും ഫീസുകളും 5% വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. GST വരുമാനം 30% വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി നികുതി ചോർച്ച തടയാനും നികുതി പിരിവ് ഊർജിതമാക്കാനും കർമ്മ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഡംബര കെട്ടിടങ്ങളുടെ നികുതിയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ അധികാരമുള്ള മേഖലയിൽ നികുതി വർദ്ധിപ്പിച്ചും പ്രളയ സെസ് ഏർപ്പെടുത്തിയും നികുതി പിരിവ് ഊർജിതമാക്കിയും പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്താനാണ് ബജറ്റിലൂടെ ധനമന്ത്രി ശ്രമിച്ചത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. പ്രളയാനന്തരമുള്ള നവകേരള നിർമ്മിതിക്ക് അനുകൂലമായാണ് സെസ് പിരിച്ചുകൊണ്ട് ധനസമാഹരണം നടത്താൻ ബജറ്റിലൂടെ ധനമന്ത്രി തോമസ് ഐസക് ലക്ഷ്യമിടുന്നത്. നവകേരള നിർമ്മിതിക്ക് എത്രമാത്രം അനുകൂലമാണ് ഇന്നത്തെ ബജറ്റ് എന്നാണ് ഇന്നത്തെ പ്രത്യേക ബജറ്റ് ദിന സ്പെഷ്യൽ എഡിഷനിൽ നാം പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികളായി ധനമന്ത്രി TM തോമസ് ഐസക്, മുൻ ധനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സാമ്പത്തിക വിദഗ്ധരായ BA പ്രകാശ്, ജോസ് സെബാസ്റ്റ്യൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി NM ഷറഫുദ്ദീൻ, AN ഷംസീർ MLA, VD സതീശൻ MLA, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് എന്നിവർ ചേരും. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ധനമന്ത്രി തോമസ് ഐസകും മുൻ ധനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നമ്മളോടൊപ്പം ചേരുന്നു. നമ്മളോടൊപ്പം മറ്റതിഥികളുമുണ്ട്. ആദ്യം ഡോക്ടർ തോമസ് ഐസക്കിലേക്ക്. ശ്രീ തോമസ് ഐസക്, ഒരു വശത്ത് GST നടപ്പാക്കിയതിലൂടെ സംസ്ഥാനത്തിനുണ്ടായ വരുമാന നഷ്ടം ഉയർത്തുന്ന ആശങ്കകൾ, മറുവശത്ത് പ്രളയാനന്തര കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ. ഒരു നവകേരള നിർമ്മാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ബജറ്റിനെ കാണുന്ന ഒരു സാധാരണക്കാരന് ഈ ബജറ്റിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അവർക്ക് എന്തുമാത്രം ഗുണപ്രദമാണ് ഈ ബജറ്റ്? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വളരെ പാവപ്പെട്ടവരുണ്ട്. അവരുടെ ക്ഷേമാനുകൂലങ്ങൾക്ക് എന്തൊരു കുതിച്ചുചാട്ടമാണ്. ഞാൻ 100 രൂപ പെൻഷനെക്കുറിച്ചല്ല, ഇപ്പോൾ ഹെൽത്ത് ആരോഗ്യ പരിപാടി ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ പരിപാടിയിൽ നടപ്പാക്കാൻ പോകുന്നത്. അവിടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂള്, അവിടുത്തെ സൗകര്യങ്ങൾ നോക്കൂ. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നവകേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള പുതിയ പ്രോഗ്രാംസ് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിൽ പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിനുള്ളൊരു വെല്ലുവിളി, ആവശ്യമായ പണം വേണ്ടത്ര സർക്കാരിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് പണം കണ്ടെത്താം? ആ ഒരു പരിശോധനയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 15,500 കോടി രൂപ കൂടുതൽ നികുതി വരുമാനം കേരളത്തിലുണ്ടാവും എന്നാണ് കണക്കി പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം പുതിയ നികുതിയിലൂടെയല്ല. പുതിയ നികുതി ഇന്ന് അതിൻ്റെ 10% പോലും പുതിയ നികുതിയല്ല. 90% പഴയ നികുതി, അതിൻ്റെ കുടിശ്ശിക, അതുപോലെ തന്നെ ചോർച്ച വന്ന നികുതി പിരിച്ചെടുക്കലാണ്. പലർക്കും ധാരണ ഇത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം GSTയിൽ വന്നിരിക്കുന്ന ചോർച്ച, ആ ചോർച്ചയ്ക്ക് കാരണം നമുക്ക് കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല, അത് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ. എന്നാൽ ഈ ജൂലൈ കഴിയുമ്പോൾ അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. അത് ഉപയോഗപ്പെടുത്തി നമുക്ക് നഷ്ടപ്പെട്ട നികുതി തിരിച്ചു പിടിക്കാനാവും. അത് ഈ വർഷത്തെ നികുതി വരുമാനത്തെ ഗണ്യമായിട്ട് ഉയർത്തും എന്നുള്ളതാണ്. അപ്പോൾ GSTക്ക് ശേഷം ഉള്ള ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട്. ഡോക്ടർ തോമസ് ഐസക്, ഈ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നുവെന്ന് താങ്കൾ അവകാശപ്പെടുന്നു. അതായത് 30% വർദ്ധിപ്പിക്കുമെന്നാണ്. അതായത് നമ്മുടെ ഒരു ശരാശരി പരമാവധി നികുതി പിരിവ് വർധന ഉണ്ടായിട്ടുള്ളത് 18%. ഇത് സാധ്യമാണോ? ഇതെങ്ങനെയാണ് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യമാണ് പലരും എന്നോട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് എല്ലാം 3 ഇനങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, കഴിഞ്ഞ 2 വർഷത്തെ GST നികുതി ചോർച്ച. 2, അടുത്ത വർഷത്തെ GST വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധന. 3, GSTക്ക് മുമ്പുള്ള വാറ്റിൻ്റെ കുടിശ്ശിക പിരിക്കൽ. ഇങ്ങനെ 3 ഇനങ്ങളാണ്. അതിൽ ആദ്യത്തെ ഇനം സംബന്ധിച്ച് GST നികുതി വരുമാനത്തിലുണ്ടായ ചോർച്ച തിരിച്ചു പിടിക്കാം, നിയമപരമായ എല്ലാ അവകാശമുണ്ട്. ഇപ്പം ചെയ്യാത്തത് ആനുവൽ റിട്ടേൺ പോലും ആയിട്ടില്ല. അത് കിട്ടുമ്പോൾ എങ്ങനെ പിരിക്കണം, അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 9-ാം തീയതി ബഡ്ജറ്റ് സെഷൻ കഴിഞ്ഞാൽ പിറ്റേന്ന് നികുതി ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഞങ്ങൾ തൃശ്ശൂർ വിളിക്കുകയാണ് ഈ പരിപാടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. 2, പുതിയ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ വർധനയൊന്നുമല്ല, 14% വർധനയെ ലക്ഷ്യമിടുന്നുള്ളൂ ഈ വർഷം. നികുതി ചോർച്ച 13%, വാറ്റ് GST നികുതിയുടെ വർധന 14%, അങ്ങനെ 27%. അതോടെ നമ്മൾ കോമ്പൻസേഷൻ പരിധിക്ക് പുറത്താവും. അപ്പോഴാണ് നമ്മുടെ വാറ്റ് കുടിശ്ശിക നമ്മൾ പൂർണ്ണമായിട്ടും പിരിക്കുക. അതോടെ കോമ്പൻസേഷനിൽ തട്ടിക്കിഴിച്ചു പോകില്ല, ആ വരുമാനം മുഴുവൻ നമുക്ക് തന്നെ കിട്ടും. അങ്ങനെ ഈ 3 ഇനത്തിൽ നമ്മൾ 30%-ലേറെ നികുതി വരും, 15,500 കോടി രൂപ വർദ്ധിക്കുമെന്ന് കരുതുന്നു. നൗ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നിലപാടെടുക്കാം, ഇത് പ്രായോഗികമല്ല, പോയ പണം നികുതി പോയി, ഈ 14% പിരിക്കാൻ പറ്റത്തില്ല, വാറ്റ് കുടിശ്ശികയും പിരിക്കാൻ പറ്റത്തില്ല, എടുക്കേണ്ടവർക്ക് എടുക്കാം. പക്ഷേ ധനമന്ത്രിക്ക് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. നികുതി ചോർച്ച തടയും, ആ നഷ്ടപ്പോയിട്ട് തിരിച്ചു പിടിക്കും, 14% GST കൂട്ടും, വാറ്റ് കുടിശ്ശിക പിരിച്ചെടുക്കും. അങ്ങനെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുകയാണ്. റൈറ്റ്. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ബജറ്റ് എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത് ഈ ബജറ്റിനെ? അതുപോലെ ഈ നികുതി പിരിവ് സംബന്ധിച്ചുള്ള ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ അവകാശവാദത്തെ പ്രതിപക്ഷം എങ്ങനെ കാണുന്നു? നമ്മളുടെ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വിശദീകരിച്ചു. GSTയെ സംബന്ധിച്ച് അദ്ദേഹം ഉണ്ടായിരുന്ന ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം GST കേരളത്തെ രക്ഷിക്കും എന്ന് തന്നെയായിരുന്നു. അതിനനുകൂലമായ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നല്ല ഒട്ടനവധി സന്ദർഭങ്ങളിലുണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് പ്രാക്ടിക്കബിലിറ്റിയിലോട്ട് എത്തിയപ്പോൾ GST നമ്മളെ സഹായിക്കില്ല, നമുക്ക് കുറേ ദോഷങ്ങളുണ്ടാകും എന്നുള്ള നില വന്നു കിട്ടും. ഏതായാലും അത് നമുക്കൊരു മുൻകരുതലോ അല്ലെങ്കിൽ നോട്ടപ്പശകോ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഒബ്സർവേഷൻ നടത്തുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നം, GST നമ്മൾ സംബന്ധിച്ച് കഴിയുമ്പോൾ പിന്നീട് GST കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉള്ളതാണ്. GST കൗൺസിലിനകത്താണ് സത്യത്തിൽ ഈ നികുതി സെസ് ഈടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തത്, അവരുടെ പെർമിഷനോട് കൂടിയാണ്. GST വന്നതോടുകൂടി സ്റ്റേറ്റിലെ ഫിനാൻസിൻ്റെ മേളിലുള്ള ടാക്സിൻ്റെ മേളിലുള്ള നിയന്ത്രണം വളരെ കുറഞ്ഞു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ GSTയിലെ വരുമാന ചോർച്ച എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മളത് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനൊരു കൂട്ടായ യത്നം, അത് നമ്മുടെ ബജറ്റ് മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് അതിനൊരു കൂട്ടായ യത്നം ഇത് ബാധിക്കുന്ന അഫക്റ്റഡ് ആളുകളുമായി നമുക്ക് സംസാരിച്ച് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഇപ്പോൾ GST സംബന്ധിച്ചുള്ള ഒരു തർക്കം ഈ അവസാനത്തെ നിമിഷത്തിൽ നമുക്കുണ്ടാവില്ലായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം ഒരു ബജറ്റിനകത്ത് നമ്മളുടെ അപ്രോച്ചുണ്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ 1-ാം വർഷത്തെ ബജറ്റും ഒരു ഗവൺമെൻറ്റിൻ്റെ 4-ാം വർഷത്തെ ബജറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. 1-ാം വർഷത്തെ ബജറ്റാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് പുതിയ സ്കീമുകൾ കൊണ്ടുവരും, പുതിയ പദ്ധതികൾ അത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയും. ഒരുപക്ഷെ ആ കാലത്ത് പൂർത്തീകരിക്കാതിരിക്കുന്നത് ഗവൺമെൻറ് ഒരു കണ്ടിന്യൂസ് ബോഡിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് തുടരും അല്ലെങ്കിൽ അങ്ങനെ പിന്തുടർച്ചയോടുകൂടി പോകാം എന്നൊരു ആർഗ്യുമെൻറ്റ് ഇങ്ങോട്ട് പറഞ്ഞു എന്നിരിക്കാം. പക്ഷേ 1-ാം വർഷത്തിൽ നമുക്കെടുക്കേണ്ട അപ്രോച്ചും 4-ാം വർഷത്തിലെടുക്കുന്ന അപ്രോച്ചും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ചില പുതിയ സ്കീമുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളെയാണ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നത്. ബജറ്റ് പ്രസംഗത്തിനകത്ത് തന്നെ നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ കോർപ്പറേറ്റ് പണം നമ്മളുടെ കേരളത്തിൽ നിന്ന് വഴിമാറി ഒഴുകുന്നു എന്നുള്ള ഒരു നിലപാട് വന്നിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിലെ 23-ാമത്തെ ഖണ്ഡികയിലുള്ളത്. അപ്പോൾ വഴിമാറി ഒഴുകുന്നു എന്നുള്ളത് ഈ 4-ാം വർഷത്തിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നുള്ളത് അത് തന്നെ നോട്ടപ്പശക് തന്നെയാണ്, സംശയമില്ല.
എന്നിട്ട് കോർപ്പറേറ്റുകൾക്ക് ചില പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് അനുവദിക്കുകയാണ്. നിസ്സാൻ കമ്പനി, അല്ലെങ്കിൽ ടോറസ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതല്ലേ HR ബ്ലോക്ക്, സ്പേസ് ആൻഡ് എയ്റോ സെൻറ്റർ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി മൾട്ടിനാഷണൽസിന് നമ്മുടെ നാട്ടിൽ ചില ഒരു സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്നോട് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഇതൊക്കെ ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ചെയ്യുന്നത് തെറ്റുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഞാൻ ആ ചോദ്യത്തിന് ആ സമയത്ത് മറുപടി പറയാം. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം, നമ്മളുടെ ബഡ്ജറ്റ് നമ്മളിപ്പോൾ ഉന്നം വെക്കുന്നത് എന്താ? പ്രളയകാലത്തെ കേരളത്തെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, കേരള ജനസമൂഹത്തിന് മെച്ചപ്പെട്ട ഒരു ജീവിത രീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അത് കേരളത്തിലെ ജനസമൂഹം എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അപ്രോച്ചിനകത്ത് ഡിഫറൻസ് ഉണ്ട്. 1785 കോടി രൂപയാണ് ഇവിടെ സെസ്സായിട്ട് ഗവൺമെൻറ് പിരിക്കുന്നത്. 1785 കോടി രൂപ നോക്കുമ്പോൾ 10 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ തോമസ് ഐസക്, അദ്ദേഹത്തിൻ്റെ ഒരു ബജറ്റിലും ഇത്രയും കൂടിയ രൂപത്തിലുള്ള ഒരു ധനസമാഹരണം നടത്തിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? അത് ചെന്ന് പതിക്കുന്നത് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയാണ്. ഇപ്പോൾ പേസ്റ്റ് വാങ്ങുന്ന ആളുകൾ പ്രളയത്തിൽ കഷ്ടപ്പെട്ടവരുമുണ്ട്, അതിനേക്കാൾ അപ്പുറത്തുള്ള ആളുകളുമുണ്ട്. അപ്പോൾ പ്രളയബാധിതരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ അവരുടെ ഈ കഷ്ടപ്പാടിന് മേളിൽ ഒരു ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് മേളിലൊരു വലിയ ഒരു ആഘാതം കൂടി ഏൽക്കുകയാണ്. ആ പ്രളയബാധിതരായിട്ടുള്ള ആളുകൾ വീണ്ടും ഈ സെസ് കൊടുക്കേണ്ടി വരികയാണ്. ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹത്തിൻ്റെ ധനകാര്യ വൈദഗ്ധ്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നതേയില്ല. ഈ മന്ത്രിസഭയിൽ ധനകാര്യം കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളും അദ്ദേഹമാണ്. പക്ഷേ ഞങ്ങൾക്കൊരു പോസിറ്റീവ് വിമർശനമാണുള്ളത്. നമ്മളുടെ ഈ പാവപ്പെട്ട ആളുകൾ അവർ പ്രളയത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുകയല്ലേ, അവരെ ഇനിയും സെസ്സിനകത്ത് നമ്മൾ ബുക്കണോ, അവരെ ശ്വാസം പൊട്ടിക്കണോ? അതുപോലെ തന്നെ സാലറി ചലഞ്ച് വന്നു. സാലറി ചലഞ്ച് വന്നപ്പോഴും പ്രളയബാധിത പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു സംരക്ഷണവും കൊടുത്തില്ല. അങ്ങേക്ക് വേണമെങ്കിൽ ചോദിക്കാം, പ്രളയബാധിത പ്രദേശത്തെ ആളുകളെ ഞാൻ എങ്ങനെ ഒഴിവാക്കും എന്ന്. പക്ഷേ ഇത് ബന്ധപ്പെടുന്നത് അവർക്കും കൂടി ബന്ധപ്പെടുകയാണ്. ഇപ്പോൾ പ്രളയബാധിത പ്രദേശത്ത് വീടുകൾ വെക്കുക ഈ ബജറ്റിനകത്തെ ഒരു ഉന്നമാണ്. ആ വീട് വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട സിമെൻറ്റാണ്. സിമെൻറ്റിൻ്റെ വില കൂടും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഇങ്ങനെ നമ്മളുടെ ഇവിടെ കൺസ്ട്രക്ഷൻ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഇപ്പം തന്നെ കൺസ്ട്രക്ഷൻ രംഗത്ത് മാന്യതയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ്, കല്ല് കിട്ടാത്തത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടുമാണ്. പക്ഷേ ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ രംഗത്ത് കുറച്ചുകൂടി മാന്യത വരും. ആ മാന്യത വന്നാൽ ഗവൺമെൻറ് തന്നെ 4 ലക്ഷം രൂപ കൊടുക്കുന്നു, ഗവൺമെൻറ് തന്നെ സിമെൻറ്റിൻ്റെ വില കൂട്ടാൻ സാഹചര്യം ഉണ്ടാക്കുന്നു. ആ കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ കഴിയും? ശ്രീ തിരുവഞ്ചൂർ ഒരു നിമിഷം ഒരു കാര്യത്തിൽ വ്യക്തത വേണ്ടതുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഈ പ്രളയ സെസ് എന്നുള്ളത് ഈ പ്രളയമുണ്ടായി ഉടനെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഒന്നാണ്. സർക്കാരിന് ധനസമാഹരണം നടത്തിയേ പറ്റൂ. മറ്റെന്ത് മാർഗമാണ് പ്രതിപക്ഷത്തിന് നിർദ്ദേശിക്കാനുണ്ടായിരുന്നത്? അത് നിങ്ങൾക്ക് നിർദ്ദേശിക്കാമായിരുന്നല്ലോ, നിങ്ങളുടേത് പോസിറ്റീവ് വിമർശനമാണെങ്കിൽ. അല്ല, പ്രളയ സെസ് ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, ഗവൺമെൻറ് ധനസമാഹരണത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് പല വിധത്തിൽ ആലോചിക്കണം. അത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഡോക്ടർ തോമസ് ഐസക്കിന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുമായിട്ട് ആലോചിക്കാം. കേരളത്തിൻ്റെ പ്രശ്നം ഇതാണ്, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പോസിറ്റീവായ ഒരു നടപടിയെടുക്കണം. കേരളം ഒറ്റക്കെട്ടായിട്ടല്ലേ പ്രളയ കാലഘട്ടത്തിൽ നിന്നത്. അതേ സാഹചര്യത്തിൽ പുനർനിർമ്മാണ രംഗത്തും കേരളം ഒറ്റക്കെട്ടായി നിൽക്കത്തക്ക വിധത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാണ്? ഇനീഷ്യേറ്റീവ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിലെ എടുക്കേണ്ടത്. ആ ഇനീഷ്യേറ്റീവ് വന്നിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ ഏകപക്ഷീയമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു, അവർ തന്നെ ഏകപക്ഷീയമായി ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ കുറവുകളും അതിൻ്റെ പരിമിതികളും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളും പറയുന്നു. അതാണ് ഇപ്പോൾ. ശരി തിരുവഞ്ചൂർ, ഞാൻ മടങ്ങി വരാം. ഡോക്ടർ തോമസ് ഐസക്, സ്വാഭാവികമായും ഈ പ്രളയ സെസ് സാധാരണക്കാരെ എല്ലാവരെയും, പ്രളയം ബാധിച്ചവരെയും അല്ലാത്തവരെയും എല്ലാം ബാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത്തരം ഒരു റിസ്ക് എടുക്കുമ്പോൾ സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നവകേരളത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നം, ആ സ്വപ്നം വെച്ച് ഇത് കോമ്പൻസേറ്റ് ചെയ്യാമായിരുന്നു. ഇതിനുവേണ്ടി മലയാളികൾ മുടക്കുന്ന പണം, കേരളീയർ മുടക്കുന്ന പണം നവകേരളത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നം വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ബജറ്റ് മുഴുവൻ പരിശോധിക്കുമ്പോൾ ഈ നവകേരളത്തെക്കുറിച്ച് ഇതുവരെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ആ ആസൂത്രണമുണ്ടല്ലോ, ആ കൂടിയാലോചനയുണ്ടല്ലോ, അത് എത്രമാത്രം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു?
അതുപോലെ ഇതിൽ എണ്ണി പറഞ്ഞിട്ടുള്ള 25 പദ്ധതികളിൽ പ്രളയാനന്തര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടത് ആണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചതല്ലാതെ അത് പൊതുജനത്തിന് മനസ്സിലാവില്ല. അതെങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അല്ല, ഇൻഫാക്റ്റ് ഞങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഒന്ന്, പ്രളയ മേഖലകൾ. വയനാട് നിങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് വയനാട്ടിലെ വരുമാനം ഇരട്ടിയാക്കുന്ന ഇതുപോലൊരു സ്കീം? അല്ലെങ്കിൽ തീരദേശത്തിന് കുട്ടനാടിൻ്റെ ബണ്ട് കെട്ട് മാത്രമല്ലല്ലോ, ഇത്ര വലിയ പാരിസ്ഥിതിക പരിഗണന നൽകിക്കൊണ്ടാണ് കുട്ടനാട് പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള പരിപാടി മുന്നോട്ട് വെക്കുന്നത്. നൗ പാർക്കിൻ്റെ കാര്യം എന്താ അതിലെ പ്രത്യേകത? പാർക്ക് പണിയൽ മാത്രമല്ല, അതിൽ പറയുന്ന കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞാൻ ഏതാണ്ട് 12 എണ്ണം പറഞ്ഞു. ഇത് പുതിയതാണെന്ന്, കേരളത്തിൽ ഇതൊരു ഇല്ലാത്ത കാര്യമാണ്, ഒരു പുതു നാമ്പാണ്. ഇതാണ് കേരളത്തിൽ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യം. യഥാർത്ഥത്തിൽ ഈ പ്രൊജക്റ്റുകൾ ഓരോന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ പ്ലാനിൽ ഉള്ള സ്കീമുകളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഭാവിയെ ഗാഢമായി സ്വാധീനിക്കാൻ പോകുന്ന 25 പദ്ധതികളാണ്. ചിലതിന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വശമുണ്ടാവും, ചിലത് അത്രയും ഉണ്ടാവത്തില്ല. പക്ഷേ ഈ 25 പദ്ധതികളാണ് എൻ്റെ വായനയിൽ അതിൻ്റെ നൂതനത്വം കൊണ്ട്, പരിസ്ഥിതി സൗഹൃദം കൊണ്ട്, ജനകീയ കൂട്ടായ്മ കൊണ്ട് പ്രത്യേകമായിട്ട് മാറി നിൽക്കുന്ന പദ്ധതികൾ. പക്ഷേ ഇതിൽ ഡോക്ടർ തോമസ് ഐസക്, ഈ പറയുന്ന 25 പദ്ധതികൾ പലതരത്തിലുള്ള വ്യവസായ പാർക്കുകൾ, താങ്കൾ തന്നെ സൂചിപ്പിച്ച കോർപ്പറേറ്റ് നിക്ഷേപം, ഇത് ഇങ്ങനെ പറയുമ്പോൾ ഈ നവകേരളം എന്ന് പറയുന്നത് പഴയ കേരളമായിരിക്കില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒരു പുതിയ കേരളത്തെക്കുറിച്ചുള്ള ഒരു ഭാവുകത്വവും ബജറ്റിലില്ല. ഒരു സാധാരണ ബജറ്റ് പ്രസംഗം എന്നതിലുപരി അത്തരത്തിലൊരു ആസൂത്രണം അതിലുണ്ടായിട്ടുണ്ട് എന്ന് അത് വായിക്കുന്ന ഒരാൾക്കും തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? നവകേരളത്തെ സംബന്ധിച്ച് ഒരു ഭാവുകത്വമില്ലാത്ത ഒരു ബജറ്റ്, ഒരു സാധാരണ ബജറ്റായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. പ്രഖ്യാപിക്കുന്ന പദ്ധതികളിലൊന്നും പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച് ഒരു പുതിയ ഭാവന അതിൽ കാണുന്നില്ല എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. റീബിൽഡ് കേരള പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ല. കാരണം ലോകബാങ്കും ADB-യുമായിട്ടുള്ള ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവസാന രൂപം നൽകൂ. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിൽ വയനാടുണ്ടാവും, ഇടുക്കി ഉണ്ടാവും, തീരദേശം ഉണ്ടാവും, നമ്മുടെ കുട്ടനാടുണ്ടാവും, വേറെ ഏതെല്ലാം ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ സജീവ ചർച്ചയിലാണ്. അപ്പോൾ ആ ചർച്ചയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള കാഴ്ചപ്പാട് വെച്ച് ഇന്ന് നിലവിൽ പ്ലാനിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്കീമുകൾ നമ്മൾ സംയോജിപ്പിച്ചെടുക്കുകയാണ്. ഇതൊരു നൂതനമായ സമീപനമാണ്. സാധാരണ ഡിപ്പാർട്ട്മെൻറ്റലിസത്തിൻ്റെ പുറത്തേക്ക് കിടന്ന് ചിന്തിക്കാൻ ഒരാളും തയ്യാറാവത്തില്ല. എന്നാൽ 25 എണ്ണോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതല്ല, മറിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റുകളെ സംയോജിപ്പിച്ച് എടുത്തൊരു പുതിയ വായനയാണ് ആ വികസനത്തെക്കുറിച്ചുള്ളത്. യഥാർത്ഥത്തിൽ ഇതാണെന്ന് പുതിയ കേരളം നവകേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബിൽഡിംഗ് ബാക്ക് ബെറ്റർ, പുതിയ പരിസ്ഥിതി അവബോധം, അതിലെ ഇന്നൊവേഷൻ, നൂതനത്വം, ജനപങ്കാളിത്തം, ഇതൊക്കെ ഈ പ്രൊജക്റ്റുകളിൽ. ശരി ഡോക്ടർ തോമസ് ഐസക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ ഡോക്ടർ തോമസ് ഐസക് വിശദീകരിക്കുന്നത് പോലെ ഒരു നവകേരള നിർമ്മാണം, ആ നവകേരള നിർമ്മാണത്തിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ ആസൂത്രണ ബോർഡ് അത്തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചില കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തുകയും ചെയ്തതായി വാർത്തകളും ഉണ്ടായിരുന്നു. ഈ അർത്ഥത്തിൽ അങ്ങനെ ഒരു പൊതു പങ്കാളിത്തത്തോടെയുള്ള പബ്ലിക് ഡൊമൈനിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ആസൂത്രണം ഈ ബജറ്റിന് മുമ്പ് നടന്നിട്ടില്ല എന്ന് ഡോക്ടർ തോമസ് ഐസക്കും സമ്മതിക്കുന്നത് ഓൺഗോയിങ് ആണ്. മറ്റ് വായ്പകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നു, അത് സംബന്ധിച്ചുള്ള നവകേരള നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബജറ്റിനെ ഒരു പ്രളയാനന്തര നവകേരള നിർമ്മിതിക്കായുള്ള ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമോ? നവകേരള നിർമ്മാണം എന്ന് പറയുന്ന ആശയത്തോട് വിയോജിക്കുന്ന ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നവകേരള നിർമ്മാണത്തിന് വേണ്ടി ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ് നീങ്ങുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സോഴ്സും കൂടി ഗവൺമെൻറ് കയ്യിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പക്ഷം. ഇപ്പോൾ ഈ പ്രളയം വന്നു, പ്രളയക്കെടുതിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ആഗോളമായുള്ള മലയാളികളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് സഹായിച്ച മുഴുവൻ ആളുകളെയും നമ്മൾ നന്ദിയോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. അങ്ങനെ വരുന്നതിനകത്ത് അതിൽ 7500 കോടി രൂപ ഗവൺമെൻറ് കയ്യിലുണ്ട്, 2000 കോടി രൂപ ചിലവായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു. 5000 കോടി രൂപയോളം ഇപ്പോൾ ഗവൺമെൻറ് കയ്യിലുണ്ട്. ഈ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് 1785 കോടി രൂപയാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരുന്നത്. അത് ഗവൺമെൻറ് കയ്യിൽ വരുമ്പോൾ തന്നെ ഗവൺമെൻറ് കയ്യിൽ ഇപ്പോൾ ഈ നവകേരള സൃഷ്ടിക്ക് വേണമെങ്കിൽ വിനിയോഗിക്കാൻ കഴിയുന്ന 5000-ലധികം കോടി രൂപ ഇരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ കൂടി തുറന്നു പറയണ്ടേ?
അതെങ്ങനെയാണ് സമീപനം എന്നുള്ളത് ഈ കേരളത്തിലെ നിയമസഭയെ കോൺഫിഡൻസ് എടുത്തുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യണ്ടേ? കേരളത്തിൽ ഒറ്റക്കെട്ടായി നമ്മൾ നിന്നതല്ലേ? ആ ഒരുമിച്ച് നിന്ന സമയത്ത് കേരളത്തിൻ്റെ യോജിപ്പിന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ വലിയ ഒരു സംഭാവന. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അതുകൂടി നമ്മളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ആ സോഴ്സ് കൂടി കണ്ടുകൊണ്ട് അതിനേക്കാൾ അപ്പുറത്തുള്ള നികുതിയെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരെ? നമ്മൾ എന്തിനാ ജനങ്ങളെ, ഈ പ്രളയത്തിൽ മുങ്ങിയ ജനങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കാൻ പോകുന്നത്? ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഈ തുകയും നമുക്കിതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതല്ലേ? ശരി, ഞാൻ മടങ്ങി വരാം. ഡോക്ടർ തോമസ് ഐസക്, ഈ ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് ഈ വായ്പയുടെ 56% നമുക്കിപ്പോൾ തന്നെ റവന്യൂ ചെലവുകളാണ് എന്നാണ് ബജറ്റിൽ പറയുന്നത്. ഇത് കുറച്ചുകൊണ്ടുവരുമെന്ന് പറയുന്നു, അതായത് 20% കുറയ്ക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. അതായത് നമ്മുടെ വായ്പയുടെ ഏതാണ്ട് 56% ശമ്പളം ഉൾപ്പെടെയുള്ള റവന്യൂ ചെലവുകൾക്ക് നാം നീക്കിവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് 20% കുറയ്ക്കുക എന്ന് വെച്ചാൽ ചെലവ് കുറയ്ക്കുക എന്നാണോ അതോ വരുമാനം വർദ്ധിപ്പിക്കുക എന്നാണ്? എങ്ങനെയാണ് ഇത് നിങ്ങൾ കുറച്ചുകൊണ്ടുവരിക? സെയിം റവന്യൂ വരുമാനത്തിൽ നമ്മുടെ വരുമാനത്തെ കൂടുതൽ ചിലവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ വായ്പയുടെ നല്ലൊരു പങ്ക് ഇപ്പോൾ തന്നെ റവന്യൂ ചിലവിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റവന്യൂ വരുമാനം കൂടുന്നില്ലെങ്കിൽ ചിലവ് പ്ലാൻ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 20% പ്ലാൻ കുറച്ചാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതാണ് ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യം. റവന്യൂ ചിലവ് കുറച്ചത് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം കമ്മി പിടിച്ചു നിർത്തിയത് ചിലവിൽ ഈ 20% കുറവ് വന്നുകൊണ്ടാണ്. ഇത് അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് 19-20 നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, ചിലവ് കുറച്ചുകൊണ്ടല്ല, വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കമ്മിയെ ഗണ്യമായിട്ട് കുറക്കും. അതാണ് ഈ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ റവന്യൂ കമ്മി 1% നമ്മുടെ ഒരു 25-30 വർഷക്കാലത്തിടയിൽ ഏറ്റവും താഴ്ന്ന ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നു. ധനക്കമ്മി 3% പിടിച്ചു നിർത്തും. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ചെലവുകൾ 14% കൂടുമ്പോഴും നമ്മൾ ഫിസ്ക്കൽ കൺസോളിഡേഷൻ്റെ പാതയിലേക്ക് പ്രവേശിക്കുമെന്ന് ഈ ബഡ്ജറ്റ് ഉറപ്പ് നൽകുന്നു. അതായത് ഈ വരുമാന വർധന എന്ന് പറയുമ്പോൾ ഈ നികുതി പിരിക്കലാണല്ലോ. താങ്കൾ മുമ്പ് പറഞ്ഞ ഈ വാറ്റ് കുടിശ്ശിക ഉൾപ്പെടെയുള്ള നികുതി പിരിവ് വർധന, ഈ 18% നിന്ന് ഇത് ഒരു ഹൈ ജമ്പാണ്, 30%-ലേക്കുള്ള ജമ്പ്. ഇതെങ്ങനെ സാധിക്കുമെന്നാണ്, അതിനുള്ള എന്ത് ആസൂത്രണമാണ് സർക്കാരിനുള്ളത്, അതെങ്ങനെ സാധിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്? എന്നെ സംബന്ധിച്ചോളം വളരെ മൂർത്തവും ടാസ്ക് കട്ടൗട്ട്. ഒന്ന്, GSTയിൽ വന്ന നികുതി ചോർച്ച അത് തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കാൻ പോകണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2, കൂടുതൽ പേരെ നികുതി വലയത്തിൽ കൊണ്ടുവരണം, കാര്യക്ഷമമായി പിരിക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാറ്റ് കുടിശ്ശിക പിരിക്കണം, അതിന് അമ്നിസ്റ്റി കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവ്യക്തതയില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അത് ചെയ്തു തീർക്കാനുള്ള നടപടിയിലേക്കായിരിക്കും ബഡ്ജറ്റ് ചർച്ച കഴിഞ്ഞാൽ ഞാൻ പ്രവേശിക്കും. ഏതായാലും GSTയുടെ കാലത്തെ രണ്ടാമത്തെ ബജറ്റാണല്ലോ ഇത്. ഈ ഗബ്ബാർ സിംഗ് ടാക്സ് എന്നാണ് രാഹുൽ ഗാന്ധി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. താങ്കളാകട്ടെ GSTയെ തുടക്കം മുതൽ പിന്തുണച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ GST കൊണ്ടുണ്ടായ തിരിച്ചടികൾ ഇപ്പോൾ സംസ്ഥാനം നേരിടുകയും ചെയ്തു. ഈ ബജറ്റിലും അത് പ്രകടമാണ്. ഇപ്പോഴും താങ്കളുടെ ഒരു നിലപാട്, GSTയോടുള്ള നിലപാട് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്ന ഗബ്ബാർ സിംഗ് ടാക്സ് എന്ന വിശേഷണത്തോട് അടുത്ത് നിൽക്കുന്നുണ്ടോ? എനിക്ക് ഗബ്ബാർ സിംഗ് ടാക്സ് ഒന്നും ഞാൻ വിളിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയാണെന്ന് 5 വർഷക്കാലം നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ BJP അന്ന് എതിർത്തില്ലായിരുന്നെങ്കിൽ UPA സർക്കാരിൻ്റെ കാലത്ത് നികുതി നടപ്പായേനെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ കളിയുടെ പ്രഖ്യാപനങ്ങളും വാദങ്ങളും മാത്രമാണ്. ഇത് കോൺഗ്രസ്സാണ് ഈ GST ഈ രീതിയിൽ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അതാണ് യാഥാർത്ഥ്യം. ഏത് രാജ്യമായാലും ഏത് കാലമായാലും ഒരു നികുതി സമ്പ്രദായം വേണം. നിലവിലുണ്ടായിരുന്ന എക്സൈസ് നികുതിയും വിൽപ്പന നികുതിയും ഒക്കെ GSTയേക്കാൾ വലിയ കേമമാണ് എന്നുള്ള ചിന്തയും എനിക്കില്ല. പക്ഷേ എൻ്റെ വിമർശനം എന്ന് പറഞ്ഞാൽ GST സംസ്ഥാന താല്പര്യങ്ങൾക്ക് അനുഗുണമാക്കി മാറ്റാമായിരുന്നു. GSTയുടെ ഘടന കൂടുതൽ ജനോപകാരപ്രദ രീതിയിലാക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ GST സ്റ്റീം റോൾ ചെയ്തുകൊണ്ട് നടപ്പാക്കിയിട്ട് അതിനൊരു സൗകര്യങ്ങളുമില്ല, അതിനുള്ള സജ്ജീകരണങ്ങളായിട്ടില്ല എന്ന് മാത്രമല്ല, അപ്പോൾ പിന്നെ എതിർപ്പ് ഭയന്നിട്ട് ഓരോ വീണ്ടും വിചാരമില്ലാത്ത മാറ്റങ്ങളും GST കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ആകെപ്പാടെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സുകാരോ എങ്ങനെയാണ് GSTയെ
തിരുത്താൻ പോകുന്നത് എന്നിന്നേ വരെ ഒരു രൂപരേഖയും അവതരിപ്പിച്ചിട്ടില്ല. ഇനി GST വേണ്ടെന്ന് വെച്ച് പഴയതിലേക്ക് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അത് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ തോമസ് ഐസക് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ നിലവിൽ ഇവിടെ ധനമന്ത്രി വിശദീകരിച്ച ആവുന്നുണ്ടല്ലോ, അതായത് നികുതി സമാഹരണം, വാറ്റ് കുടിശ്ശിക പിരിച്ചെടുക്കൽ തുടങ്ങിയവയിലൂടെ ഇത് മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പറയുന്നത്. അതിനെ ആർക്കു വേണമെങ്കിലും വിമർശിക്കാം, പക്ഷേ ഒരു ധനമന്ത്രി എന്ന നിലയിൽ തനിക്ക് അതേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പരിമിതികളെല്ലാം മനസ്സിലാക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, GST സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പഴയ കൺസെപ്റ്റിൽ നിന്ന് അദ്ദേഹം മാറി, ആ മാറിയ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഇവിടെ നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ അത് ഉണ്ടായിരിക്കുന്ന പ്രായോഗിക വൈഷമ്യങ്ങളാണ്. ആ പ്രായോഗിക വൈഷമ്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി പ്രായോഗികമായി കേരള പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് നടപടികളുടെ കടമായിരുന്നു. ആ നടപടി വന്നില്ല എന്നൊരു ദുഃഖം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അതാണിപ്പോൾ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഏതായാലും അതിനിപ്പോൾ പഴയ ബാബുലികൾ പറഞ്ഞിട്ടോ പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് വീണ്ടും ഒരു രാഷ്ട്രീയ തർക്കമായി കൊണ്ടുവന്നത് കൊണ്ടോ പ്രശ്നമില്ല. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിനുള്ള മറ്റു മാർഗത്തിനെക്കുറിച്ച് പോകണമായിരുന്നു. ഇവിടെ ഈ ടാക്സ് ഏർപ്പെടുത്താതെ തന്നെ, സെസ് ഏർപ്പെടുത്താതെ തന്നെ വേണമെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അധികമായി കിട്ടിയിരിക്കുന്ന പണം ഉപയോഗിച്ച് ഈ നടപടികളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ശരി ദിനേശ്, ഞാൻ അല്പം വൈകിയതിൽ ക്ഷമിക്കണം. മറ്റ് അതിഥികൾ BA പ്രകാശിലേക്ക്. BA പ്രകാശ്, ഇവിടെ ഒരു പ്രളയാനന്തര കേരളത്തെ തുടർന്നുള്ള നവകേരള നിർമ്മാണത്തിനുള്ള ഒരു നീക്കമായിട്ടാണ് ഈ ബജറ്റ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ബജറ്റിൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രഖ്യാപനവും ഉള്ളത്. താങ്കൾ എന്താണ് കരുതുന്നത്? ഇത് സാധ്യമായ ഒരു കാര്യമാണോ? ഈ നികുതി പിരിവ്, നികുതി കുടിശ്ശിക പിരിച്ചെടുക്കൽ, വാറ്റ് കുടിശ്ശിക വരെ പിടിച്ചെടുക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. ഇത് സാധ്യമായ ഒരു കാര്യമാണോ? അതിനുള്ളൊരു വരുമാനം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ധനകാര്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ ധനപ്രതിസന്ധിയിലാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ധവളപത്രം 2016 പ്രസിദ്ധീകരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനോ ധനസ്ഥിതി മെച്ചമാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഡിസംബറിൽ വരെ കടുത്ത ട്രഷറി നിയന്ത്രണങ്ങൾ, പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്ന് നമുക്ക് കാണാം. 50 ലക്ഷം രൂപയ്ക്ക് കൂടുതലുള്ള ബില്ലുകൾ പോലും പാസ്സാക്കാത്ത വളരെ മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഈ വികസന പദ്ധതികളും മറ്റ് ക്ഷേമ പദ്ധതികളും മറ്റ് പദ്ധതികളെപ്പറ്റി പരിശോധിക്കാൻ. അപ്പോൾ ഈ ധനസ്ഥിതി മെച്ചമാക്കണമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. റവന്യൂ വരുമാനം കൂട്ടണം, റവന്യൂ കമ്മി കുറയ്ക്കണം, ധനക്കമ്മി കുറയ്ക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ചിലവ് കുറയ്ക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചിലവിൻ്റെ സിംഹഭാവവും നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഈ നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ കട്ടുവരുത്താതെ നമ്മുടെ ധനസ്ഥിതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ധനക്കമ്മിയോ റവന്യൂ കമ്മിയോ കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ധനസ്ഥിതി മെച്ചമാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ റവന്യൂ ചെലവുകൾ കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു പൊസിഷനാണ്. വേറൊരു കാര്യം, ഈ ജി എസ് ടി വലിയൊരു പരാജയമായിരുന്നു എന്നുള്ളതാണല്ലോ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം. 10% നിന്ന് 30% വർദ്ധിപ്പിക്കുമെന്നാണ് ബഡ്ജറ്റ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ അത്ഭുതം സംഭവിച്ചാലേ അത്തരത്തിലുള്ള മാറ്റം വരുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ധനസ്ഥിതിയിൽ കാര്യമായ ഒരു മെച്ചം വരുത്താനായിട്ട് ഇപ്പം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നടപടികളൊന്നും യാഥാർത്ഥ്യമാകാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ. ആ ധനസ്ഥിതി മോശമാകുന്നു. ജോസ് സെബാസ്റ്റ്യൻ, ഞാൻ മടങ്ങി വരാം താങ്കളെ. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, നമ്മളൊരു പുതിയ ടാക്സ് റെഷീമിലാണ്. GST നടപ്പിലാക്കിയിട്ട് 2 വർഷമാകുന്നു. പക്ഷേ ഈ അതിൻ്റെ ഒരു ശൈശവദശയിലുണ്ടാകുന്ന എല്ലാ ബാലചാബല്യങ്ങളും മാറ്റി നിർത്തിയാൽ ഈ വരുന്ന ഓഗസ്റ്റിലോ ഒക്ടോബറിലെങ്കിലും പുതിയ സോഫ്റ്റ്വെയർ വന്നുകൊണ്ട് റിട്ടേൺസ് കൃത്യമാക്കാനും അതുവഴി ഈ നികുതി പിരിവ് ഊർജിതമാക്കാനും സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഡോക്ടർ തോമസ് ഐസക് നൽകുന്നത്. അതുമാത്രമാണ് ഇപ്പോൾ കേരളത്തിന് മുമ്പിലുള്ള പ്രതീക്ഷയും. ഈ പറയുന്ന നവകേരള നിർമ്മിതിക്ക് പ്രളയാനന്തര പുനർനിർമ്മാണത്തിലുള്ള ഒരേ ഒരു പ്രതീക്ഷ അതുമാത്രമാണെന്ന് തോമസ് ഐസക്കിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് സാധ്യമാകും എന്ന് കരുതാവുന്ന ഒരു ശുഭപ്രതീക്ഷ താങ്കൾക്കുണ്ടോ?
ശുഭപ്രതീക്ഷ തീർത്തും വിടേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഒരു പരാജയമാണ്. കാരണം GST വരുന്നതോടുകൂടി സന്നദ്ധമായ നികുതി നൽകൽ സംസ്കാരം നമ്മുടെ രാജ്യത്ത് വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. കാരണം നികുതി വെട്ടിപ്പ് തടയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിവര സാങ്കേതിക വിദ്യ, അതായത് വ്യാപാരികളുടെയും വ്യവസായികളുടെയും യഥാർത്ഥത്തിലുള്ള കണക്കുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നികുതി വകുപ്പിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന തോന്നലാണ് സന്നദ്ധമായി നികുതി നൽകാൻ നികുതിദായകരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും നികുതി വകുപ്പിൻ്റെ കയ്യിലില്ല. അപ്പോൾ ഡോക്ടർ തോമസ് ഐസക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള പരിശീലനം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ആ രീതിയിലൊരു ഉയർന്ന സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്നത് വഴിയായിട്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകും. ഒക്ടോബർ വരെയുള്ള ഈ കാലഘട്ടത്തിൽ ആഴത്തിലുള്ള പരിശീലനവും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും ആ സോഫ്റ്റ്വെയറിനെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ പരീക്ഷിക്കുകയും അതിനെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ നികുതി വെട്ടിപ്പ് തടയാൻ ഒക്കും. കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചെക്ക് പോസ്റ്റുകൾ ഒന്നും ഇല്ലാതായി കഴിഞ്ഞു. അതോടുകൂടി കേരളത്തിലെ നികുതിദായകർക്കുള്ള തോന്നൽ അടുത്ത കാലത്തൊന്നും ഇക്കാര്യത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നികുതി നമ്മുടെ വ്യാപാരമൊക്കെ നികുതി വെട്ടിപ്പോട് കൂടി തന്നെ തുടരാമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനമാണ് ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലുള്ളത്. പക്ഷേ അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നികുതി വരുമാനം വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നികുതി വെട്ടിപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തടയുന്നതിന് വേണ്ടി അദ്ദേഹം ചില നടപടികൾ കഴിഞ്ഞ വർഷം എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അത് അക്കാര്യത്തിൽ GST കൗൺസിലിൻ്റെ ചില തീരുമാനങ്ങളും സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് ഇനിയുള്ള 6-7 മാസം കൊണ്ട് പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ 30% എത്തിയില്ലെങ്കിൽ പോലും ഒരു 20% നികുതി വർധനവ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി അദ്ദേഹം ഏതൊക്കെ നടപടികളാണ് എടുക്കുന്നത്? നമ്മുടെ നികുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പഴയ സമ്പ്രദായങ്ങളാണ്. അവരൊന്നും യഥാർത്ഥത്തിൽ ഈ GSTയുടെ ഒരു സംസ്കാരം ഉൾക്കൊണ്ട് ഉള്ള പരിശീലനങ്ങളോ അതിനുവേണ്ടി അറിവുകളോ സമ്പാദിച്ചിട്ടില്ല. അത് ഒരു പരിധിവരെ GST കാര്യമായ ഒരു മുൻകരുതലോ മുന്നറിയിപ്പുകളോ ഒന്നുമില്ലാതെ എടുത്തു ചാടി ഏർപ്പെടുത്തിയതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരെയും അതുപോലെ തന്നെ ലീഗൽ എക്സ്പേർട്സ്, നിയമവിദഗ്ധരെയും ഒക്കെ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിനെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ പരീക്ഷിച്ച് അതിൻ്റെ തകരാറുകൾ പരിഹരിക്കുന്നത് വഴിയായിട്ട് വ്യാപാരി സമൂഹത്തിന് ഒരു സന്ദേശം നൽകുകയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഹരാസ്മെൻറ്റിനോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു നടപടികളുമില്ലാതെ നികുതി നൽകി തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ലത് എന്ന ഒരു സന്ദേശം നൽകാനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാഭാവികമായി സ്വച്ഛന്തമായി. ശരി ജോസ് സെബാസ്റ്റ്യൻ. NM ഷറഫുദ്ദീൻ, ഇവിടെ ജോസ് സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് GST പ്രഖ്യാപിച്ചതു മുതൽ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് നടത്തിയ ചില കാര്യങ്ങൾ തന്നെയാണ്. ഓർമ്മയുണ്ടാകും, ഈ വ്യാപാരികളും വ്യവസായികളുമായി ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ളവരുമായി മന്ത്രി നിർമ്മല സീതാരാമനാണ് ഒരിക്കൽ പാലക്കാട് നഗരത്തിൽ വന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെയും മറ്റും ഒരു യോഗത്തിൽ സംസാരിച്ചത്. അവർ അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇതെല്ലാം വളരെ പെട്ടെന്ന് ഈ കയോസ് പരിഹരിക്കപ്പെടുമെന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പോൾ ഈ 2-ാം വർഷവും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ GST ആണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം? അതിൽ നിങ്ങൾക്കുള്ള ആശങ്കയാണ് നികുതി വരുമാനം കുറയ്ക്കാനിടയായ ഒരു കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ധനമന്ത്രി. ആ ആശങ്ക തന്നെയാണോ യഥാർത്ഥ പ്രശ്നം? മറ്റൊന്ന്, ഈ പ്രളയത്തിന് ശേഷം നമ്മുടെ വാണിജ്യവും വ്യാപാരവും തകർന്നിട്ടുണ്ട്. ആ തകർച്ചയിൽ നിന്ന് വ്യവസായ വാണിജ്യ ലോകത്തെ കൈപിടിച്ചുയർത്താൻ പോകുന്ന ഒരു ബജറ്റ് പ്രഖ്യാപനമാണോ ഇന്നുണ്ടായത്? തീർച്ചയായും. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയുകയുണ്ടായി GST ഇപ്പോഴും ഒരു നിർമ്മാണ ഘട്ടത്തിൽ മാത്രമാണ്. അത് പൂർണ്ണതയിൽ ഇതുവരെ എത്തിയിട്ടില്ല.
എപ്പോഴാണിത് പൂർണ്ണതയിൽ എത്തുക എന്നത് അദ്ദേഹത്തിന് പോലും ഒരു നിശ്ചയമില്ല. കാരണം ഇത് ഓരോ കാലത്ത് ഓരോ മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെടുമ്പോഴും ഓരോ മാറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോഴും പലതും പല രീതിയിൽ അതിൻ്റെ റേറ്റ് മുതൽ അതിൻ്റെ ഘടന വരെ പല തലങ്ങളിലായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് 28% എന്നുള്ളത് പലതും 18% ആക്കിയിട്ടുണ്ട്, 18 എന്നുള്ളത് 12 മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും പല രൂപത്തിലും ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ ഒരിക്കലും ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ആശങ്ക തന്നെയാണ് നികുതി വരുമാനത്തിലുള്ള ഇടിവിന് ഏറ്റവും പ്രധാനമായ കാരണം. കാരണം ഒരു നികുതി എന്നത് ഇപ്പോൾ നമുക്കറിയാം, ആഗോളതലത്തിൽ ഒരു നികുതി നിരക്കെടുക്കുമ്പോൾ ഇത് 5 മുതൽ 10% വരെയാണ് ഈ നികുതി സാധാരണയിൽ മറ്റു രാജ്യങ്ങളൊക്കെ നികുതി ചുമത്തുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ഉയർന്ന നിരക്ക് 28% നികുതി ചുമത്തുന്നവരുണ്ട്. അതൊക്കെ അത്തരം കാര്യങ്ങൾ തീർച്ചയായും ഒരു നിജപ്പെടുത്താതെ, ഒരു തീരുമാനത്തിലെത്താതെ യഥാർത്ഥത്തിൽ വ്യാപാരികളും വ്യവസായികളും ഒന്നും അതിനോട് സമന്വയിപ്പിച്ച് ഒരു കൃത്യമായ ഒരു രീതി പിന്തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പല വ്യാപാര ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ നികുതി ഇനി അടുത്ത വർഷം ഇതിലും കുറയുമായിരിക്കും എന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു പൂർണ്ണ രൂപം ഇതിനാക്കി ഇതാണ് ഇന്ത്യയിൽ നികുതി എന്ന് നിജപ്പെടുത്തി കഴിഞ്ഞാലേ ഈ നികുതി പിരിവ് തന്നെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത് എത്രയോ പ്രാവശ്യമായി പല നികുതി വ്യവസ്ഥകളും അല്ലെങ്കിൽ നികുതിക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പല തലത്തിലുള്ള ആളുകളും പല അസോസിയേഷനുകളും പല സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആർക്കും ഒരു രൂപമില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ ഈ പരാതികൾ മുഴുവൻ വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ഇതിന് വ്യക്തമായൊരു രൂപരേഖ ഉണ്ടാക്കി ആ രൂപത്തിൽ നികുതി പിരിക്കണം അല്ലെങ്കിൽ നൽകണം എന്നത് ഒരു ഉത്തരവ് വരാതെ ഒരിക്കലും ഈ നികുതി കൃത്യമായ രീതിയിൽ പിരിക്കപ്പെടുകയില്ല. അതേ സമയത്ത് തന്നെ ഈ നികുതി പിരിക്കുന്നതിന് ഇവിടെ കുറവ് പറഞ്ഞിട്ടുണ്ട് നികുതിയിൽ. ആ കുറവുകൾ എങ്ങനെയാണ് നികുതിയിൽ കുറവ് വരുന്നത്? ഇപ്പോൾ നികുതി പിരിക്കുന്നത് നികുതി കൊടുക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ്. പക്ഷേ ഇതിന് പുറത്ത് വലിയൊരു സംഘം ആളുകൾ അല്ലെങ്കിൽ ഈ നികുതി നെറ്റിൽപ്പെടാത്ത കുറേ ആളുകളുണ്ട്. ഇപ്പോൾ വഴിയോര കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഈ നികുതി രൂപത്തിൽ വരാത്തവർ ഒരുപാട് പേരുണ്ട് ഇതിൽ. ഇവരിൽ നിന്നൊക്കെ നികുതി പിരിച്ച് ഇപ്പോൾ GST നമുക്കൊരു വ്യക്തമായൊരു സ്ലാബുണ്ട്, ഇത്ര ലക്ഷത്തിൽ കൂടുതൽ ഉള്ളവരെ നികുതി കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും ഈ നികുതി നെറ്റിൽപ്പെടാത്ത ഒരുപാട് സംഘടനകളുണ്ട്, ഒരു കച്ചവടക്കാരുണ്ട്. പിന്നെ രണ്ടാമത് ഈ നികുതി വിൽപ്പന നികുതി മാത്രമല്ലല്ലോ, ഭവന നികുതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവിടെ പിരിഞ്ഞു കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, ഭവന നികുതി പോലുള്ള ഇതൊക്കെ വലിയൊരു സമ്പത്ത് തന്നെയാണ്. ഇത് വിട്ടുപോവുകയാണ്. ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ആ ഒരു സംഘടനയിലേക്കോ ആ ഒരു മേഖലയിലേക്കോ തിരിഞ്ഞു നോക്കാതെ നികുതി ഈ കച്ചവടക്കാരിൽ നിന്ന് മാത്രമാണ് നികുതി പിരിവ് എന്ന് BA പ്രകാശിലേക്ക് ഒരു കൂടി. ശ്രീ BA പ്രകാശ്, നമ്മളിവിടെ മുമ്പ് ചർച്ച ചെയ്ത പ്രശ്നങ്ങളെല്ലാം അവിടെയുണ്ട്. നികുതി പിരിവ് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നു. നിലവിലെ നികുതി ഘടന സംബന്ധിച്ച് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആശങ്ക നിലനിൽക്കുന്നു. മറുവശത്ത് പ്രളയാനന്തര കേരളത്തിൻ്റെ നവനിർമ്മാണം സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ഇതെല്ലാം മുന്നിൽ വയ്ക്കുമ്പോൾ പോലും ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി തുക, അതായത് ചെലവഴിക്കാനുള്ള തുക എന്ന് പറയുന്നത്, അത് വിപണിയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതല്ലേ? കാരണം അത്തരത്തിലൊരു ഉദ്ദീപനം, വിപണിയുടെ ഉദ്ദീപനമല്ലേ ഈ ബജറ്റ് കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത്? അതെങ്കിലും നടക്കില്ലേ ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ? കാരണം വിപണിയെ ഒന്ന് ഉദ്ദീപിപ്പിക്കുക എന്നുള്ളത് പ്രളയത്തിന് ശേഷമുള്ള കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമല്ലേ? ഈ വിപണിയെ പിന്നീട് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സർക്കാർ കൂടുതൽ പണം മുടക്കണം. ഇവിടെ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളുടെയും സോഴ്സ് എന്താണ്? ബഡ്ജറ്റിലെ സോഴ്സല്ല, എല്ലാം കിഫ്ബിയാണ്. അതായത് ഈ വലിയ വലിയ പദ്ധതികൾ മുഴുവൻ എടുത്ത് നോക്കൂ, അതിൽ ഏതാണ്ട് മേജർ ഷെയർ കിഫ്ബിയാണ്. 20,000 കോടി രൂപ ഈ വർഷം കിഫ്ബി വഴി ചിലവാക്കിയാണ് കാര്യങ്ങൾ നടത്താൻ പോകുന്നത്. എന്താണ് കിഫ്ബിയുടെ സ്റ്റാൻഡിങ്? അതായത് ഈ ബഡ്ജറ്റിൻ്റെ പുറത്തുള്ള ഒരു പരിപാടിയാണല്ലോ. പിന്നെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധിയും അരാജകത്വവും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് വൻതോതിൽ പണം മൊബിലൈസ് ചെയ്യാൻ പറ്റുമോ?
അതായത് ഈ ധനമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന എല്ലാ വികസന പദ്ധതികളുടെയും അടിത്തറ എന്ന് പറഞ്ഞാൽ കിഫ്ബിയാണ്, അല്ലാതെ സംസ്ഥാന ബഡ്ജറ്റിലുള്ള വരുമാനം കൊണ്ടല്ല. ബി എ പ്രകാശ് ഒരു അത് സംശയം, എത്രത്തോളം നിൽക്കും? ബി എ പ്രകാശ് ഒരു എനിക്ക് സംശയം, ബലമായ സംശയമുണ്ട്. അല്ല ബി എ പ്രകാശ് ഒരു സംശയം, കിഫ്ബിയിൽ നിന്നുള്ള ധന സമാഹരണമാണെങ്കിൽ കൂടി അത് ഇറങ്ങുക വിപണിയിലേക്കാണല്ലോ. ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ് കിഫ്ബിയിൽ നിന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് കരുതുക, ആ പണം ഇറങ്ങുന്നത് വിപണിയിലാണല്ലോ. അത് വിപണിയെ ഉദ്ദീപിപ്പിക്കില്ലേ? അത് ആ അർത്ഥത്തിൽ തന്നെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതല്ലേ എന്നായിരുന്നു എൻ്റെ ചോദ്യം. പക്ഷേ കിഫ്ബി വഴി പണം കിട്ടണ്ടേ? ഈ കിഫ്ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി നമുക്കങ്ങനെ പറയാമെന്നുള്ളത് കവിഞ്ഞ് ഈ കിഫ്ബിയിൽ പണം കിട്ടണ്ടേ? ആളുകൾ കിഫ്ബി വഴി പണം തരണ്ടേ? ആ പണം ഇവിടെ എത്തണ്ടേ? ആ പണം ചിലവാക്കണ്ടേ? ആ പ്രോസസ്സ് നടന്നാലല്ലേ നടക്കുള്ളൂ. അല്ലാതെ കിഫ്ബി വഴി കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതായത് ഇപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ റിസോഴ്സസോ അല്ലെങ്കിൽ സംസ്ഥാനം കടം വാങ്ങിയോ അല്ലെങ്കിൽ ബഡ്ജറ്റിനകത്തു നിന്നുകൊണ്ടല്ല ഈ പദ്ധതികളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. 20,000 കോടി രൂപയും കിഫ്ബി വഴി ബഡ്ജറ്റിന് പുറത്തുനിന്ന് സമാഹരിച്ച് ബഡ്ജറ്റിനകത്ത് കാര്യങ്ങൾ ചിലവാക്കി പിന്നീട് നികുതി കൊണ്ട് തിരിച്ചടയ്ക്കാമെന്നുള്ളൊരു പദ്ധതിയുമായിട്ടാണ് പോകുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകും? അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിൻ്റെ ഒരു സാമ്പത്തിക അടിത്തറ തീരെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതൊക്കെ കൂടുതലും ഒരു സ്വപ്ന പദ്ധതികളായിട്ട് മാത്രം അവശേഷിക്കും. എടുക്കൂ ഒരു ഉദാഹരണം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പുതിയ റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ പോവുകയല്ലേ? 55,000 കോടി രൂപ വെച്ച് 7 വർഷം കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഇവിടെ ഇപ്പോൾ ട്രഷറിയിലെ 50 ലക്ഷം രൂപയുടെ ബില്ല് പോലും പാസ്സാക്കാൻ നിവൃത്തിയില്ല. അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ തരത്തിലുള്ള സ്വപ്ന പദ്ധതികൾ പറയുന്നത്. അപ്പോൾ ഈ റിസോഴ്സ് കാണാതെ നമ്മളിങ്ങനെ വെറും സ്വപ്ന പദ്ധതികൾ മാത്രം പറഞ്ഞ് അത് രാഷ്ട്രീയ പ്രചരണത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാമെന്നുള്ളത് കവിഞ്ഞ് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമായിട്ട് നടക്കുമെന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് കാണണ്ടേ? എൻ്റെ ഇവാലുവേഷനിൽ ഈ റിസോഴ്സ് ബേസ് ഇല്ലാതെയുള്ള പദ്ധതികളാണ് കൂടുതൽ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ല മറ്റൊരു കാര്യം, നമ്മുടെ ഒരു നിലവിലെ GST വഴി ഉണ്ടായിട്ടുള്ള ഒരു വരുമാന നഷ്ടം, ആ ഒരു പ്രശ്നം മുന്നിൽ നിൽക്കുന്നു. മറ്റൊന്ന് പ്രളയാനന്തര കേരള നവനിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ പോലും ഈ ബജറ്റിൽ നമുക്കുള്ള ധന ആഗമനക്കുറവുണ്ട്. ആഗമനക്കുറവ് പരിഹരിക്കാൻ വായ്പാ പരിധി ഉയർത്തണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. അത്തരത്തിൽ വായ്പാ പരിധി ഉയർത്തുന്നില്ല. ഈ പ്രളയകാലത്തെങ്കിലും വായ്പാ പരിധി ഉയർത്തി തരണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഉയർത്തി കൊടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഈ കിഫ്ബി പോലുള്ള ധനാഗമന മാർഗ്ഗങ്ങളെ സർക്കാരിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. ആ ഒരു നിസ്സഹായാവസ്ഥ കൂടി നാം കണക്കിലെടുക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് നമ്മളെ പ്രളയത്തിൻ്റെ കാര്യത്തിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു നിലപാടല്ല എടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കാം. അതായത് നമ്മുടെ കടപരിധി വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മുടെ റിസോഴ്സസ് കിട്ടാനായിട്ടുള്ള സഹായമല്ല എടുത്തിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ അതായത് നമ്മുടെ നാട്ടിൽ ഉള്ള അനാവശ്യമായിട്ടുള്ള ധനധൂർത്തും നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറും മറ്റ് എല്ലാ മേഖലയിലുള്ള ധൂർത്തുകൾ വെട്ടിക്കുറച്ച് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ അനാവശ്യ ചിലവുകൾ വെട്ടിക്കുറച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഫൈനാൻസ് സ്റ്റെബിലൈസ് ചെയ്യണമെന്ന് പറയുന്ന വാദഗതിയോട് അതേ യോജിക്കുന്നില്ലല്ലോ. ആ തരത്തിലുള്ള ധൂർത്തും ആ തരത്തിലുള്ള പരിപാടികൾ നടത്തിയാൽ മാത്രമേ ഇവിടെ പിന്നീട് മാർക്കറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ മാന്ദ്യം മാറുമോ എന്നുള്ള നിലപാടല്ലേ ധനമന്ത്രി എടുത്തിരിക്കുന്നത്. അത് എത്രത്തോളം ലോജിക്കാണ്? അപ്പോൾ ഈ റിസോഴ്സസ് ഒന്നും കാണാതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം രാവിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ് അതിഗുരുതരമായ ധനപ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോയത്. അതിനെന്ത് മറുപടി? അതിന് മറുപടി കാണാതെ ഈ ചെറിയ പരിപാടികൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ കുറുക്കു വഴികൾ കൊണ്ടോ ഈ പ്രശ്നം നോക്കാൻ കഴിയില്ല. ഞാൻ മടങ്ങി വരാം. എൻ ഷംസീർ MLA കൂടി ചേരുന്നു. ഇപ്പോൾ എൻ ഷംസീർ, 2 പ്രധാന പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്, ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്നു. ഒന്ന്, ധനാഗമന മാർഗത്തെക്കുറിച്ചുള്ള ഈ നികുതി പിരിവിൽ പ്രശ്നങ്ങളുണ്ട്. GSTയുടെ കാലത്ത് ആ നികുതി പിരിവ് ഊർജിതമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ട്. മറ്റൊന്ന്, പഴയ വാറ്റ് കുടിശ്ശിക പിരിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. നിലവിൽ GST സമ്പ്രദായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് വ്യാപാരികൾ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഈ വിപണിയെ ശക്തിപ്പെടുത്താൻ പോലും ഈ പറയുന്ന ബജറ്റിലെ പദ്ധതി പ്രഖ്യാപനത്തിലുള്ള സാധിക്കില്ല എന്നാണ് BA പ്രകാശിനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധർ ആരോപിക്കുന്നത്. അതിൻ്റെ കാരണം ഈ കിഫ്ബി വഴി നമുക്ക് പണം ലഭിക്കുന്നില്ല, പദ്ധതികൾ വരുന്നില്ല എന്നാണ് പറയുന്നത്. കിഫ്ബി ഒരു പരാജയമാണെന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞോ? എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം? അതിൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ ചർച്ച കുറച്ച് സമയമൊക്കെ മാറി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇദ്ദേഹം രാവിലെ മുതൽ TV ക്കകത്ത് വന്നിരുന്ന്
ഈ സർക്കാരിനെയും ഈ ബജറ്റിനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ പറയാൻ പാടുള്ളൂ. കാരണം അദ്ദേഹമൊക്കെ ഉപദേശിച്ചാണല്ലോ ഈ കോലത്തിലേക്ക് എത്തിച്ചത് കേരളത്തെ. കഴിഞ്ഞ UDFൻ്റെ ഭരണത്തിൽ അദ്ദേഹമൊക്കെ ആയിരുന്നു സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്കും അതുപോലെ തന്നെ മാണി സാറിനൊക്കെ ഉപദേശിച്ച് ഈ കോലത്തിലാക്കിയിട്ട് അദ്ദേഹം ഇപ്പം ഉപദേശിക്കുന്നതിന് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞങ്ങളുടെ മിനിസ്റ്റർ തന്നെ FM തന്നെ നേരത്തെ നിങ്ങളുടെ ഡിസ്കഷനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിൻ്റെ ഒരു കുറച്ച് പാർട്ട് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന നികുതി പിരിവിൽ തന്നെയാണ്. പലതരത്തിലുള്ള നികുതി വെട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രകാശ് സാറെ പോലുള്ള ആളുകൾ അതിൽ കൂടി ഉപദേശം കൊടുക്കുക. കുറ്റം കണ്ടെത്തി ഇതിനെ തകർക്കാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് അദ്ദേഹം പറഞ്ഞ പോസിറ്റീവായ സജഷൻസിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുക. ഇതിപ്പോൾ തോമസ് ഐസക്കിൻ്റെ വ്യക്തിപരമായ കാര്യമല്ലല്ലോ, മറിച്ച് കേരളത്തിൻ്റെ മൊത്തമുള്ള കാര്യമാണല്ലോ. അപ്പോൾ കേരളം നിങ്ങൾക്കറിയാം ഒരു വലിയ ഫ്ലഡ് നേരിട്ടു, 2 വലിയ ദുരന്തങ്ങൾ നേരിട്ട നാടാണ്. സ്വാഭാവികമായും അതിൽ കാണേണ്ട ഒരു കാര്യം, വിമർശകന്മാർക്ക് വിമർശിക്കുക എന്നുള്ള വളരെ എളുപ്പമുള്ള കാര്യമാണ്. ലോകത്തിൽ ഒരു പൈസ ചെലവില്ലാത്ത കാര്യം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറയുന്ന ഉത്തരം വിമർശിക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ടിലിരുന്ന് കളിക്കാൻ പറ്റില്ല, പകരം ഗാലറിയിലിരുന്ന് കളി പറയുക. ഇവിടെ ഇപ്പോൾ പലരും ഗാലറിയിലിരുന്ന് കളി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾക്ക് ഈ പിണറായി വിജയനിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക്കിലും വിശ്വാസമുണ്ട്, അവർക്കത് സാധിച്ചെടുക്കും. ഇപ്പോൾ കിഫ്ബി പദ്ധതി നടപ്പിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല അനുഭവം. കിഫ്ബി പദ്ധതികൾ ഓരോന്നായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഫൈൻ മോർണിംഗ് തുടങ്ങാൻ പറ്റുന്നതല്ലല്ലോ, വലിയ ബിഗ് പ്രോജക്ട്സ് ആണ്. ഇപ്പോൾ എൻ്റെ തലശ്ശേരിയിൽ ഹെറിറ്റേജ് കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുക പ്രവർത്തനം തുടങ്ങാനുള്ള. സ്റ്റേഡിയം, തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം VR കൃഷ്ണയുടെ പേരിൽ 13 കോടിയുണ്ട്. ആ 13 കോടിയുടെ കിഫ്ബി പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ഫേസ് വർക്ക് ആരംഭിച്ചു. ഇതിപ്പോൾ എനിക്ക് അനുഭവമാണെങ്കിൽ ഇങ്ങനെ ഇദ്ദേഹം ഗാലറിക്കകത്തിരുന്ന് കളി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് മറ്റ് ഫീൽഡിലിറങ്ങി കളിച്ച അനുഭവം ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഇദ്ദേഹം BA പ്രകാശ് അദ്ദേഹം ഉപദേശിക്കണ്ടേ? എന്താ ചെയ്തത്? കേരളം ഒരു മഹാപ്രളയം നേരിട്ടു, നമ്മളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോൾ എന്താ ഉണ്ടായത്? പാരവെക്കുകയില്ല ചെയ്തത്. സാലറി ചാലഞ്ചിന് പാര വെച്ചു ആര്? കോൺഗ്രസും UDFും. കേന്ദ്ര സഹായം, ഇപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹായത്തിന് BJPയും പാര വെച്ചു. ഇതാർക്കാ കിട്ടുന്ന ഫണ്ട്? ആരെയാ സഹായിക്കുന്നത്? മാർക്സിസ്റ്റുകാർ മാത്രമാണോ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ടിയവരല്ലല്ലോ സഹായിക്കുന്നത്. സഹായിക്കുന്നവരിൽ 2 ലക്കും കോണിക്കും കൈപ്പത്തിക്കും കുത്തിയവർക്കൊക്കെ സഹായം കിട്ടും. ഇവിടെ നാട് നന്നാകുമ്പം CPM പ്രവർത്തിക്കുന്ന റോഡ് മാത്രമാണ് നന്നാക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ പൊതുവിൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം കുറ്റം കണ്ടെത്തി ഒരു ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്ന രീതി അങ്ങേപ്പോലുള്ള സാമ്പത്തിക വിദഗ്ധൻ യോജിച്ചതല്ല. അദ്ദേഹം പറയുന്നു എന്താ പല ധൂർത്തം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, എനിക്ക് തോന്നുന്നു അദ്ദേഹം നിങ്ങളുടെ ഒരു രീതി വെച്ച് നിങ്ങളിപ്പോൾ സ്റ്റേബിളാണ്, നിങ്ങളുടെ പെൻഷൻ വേണ്ടാന്ന് നോക്കാൻ പറ്റുമോ? നിങ്ങൾ തയ്യാറാവുമോ? ഏതായാലും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ പാനിക്കാണ്. അതുകൊണ്ട് എനിക്ക് നാളെ മുതൽ പെൻഷൻ വേണ്ട എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഇദ്ദേഹം രാവിലെ മുതൽ പറയുന്നത് കേട്ടു, ഞാൻ കേട്ടു MLA മാർ ഉപേക്ഷിക്കണം, മറ്റേ MP മാർ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കുതിര കയറുന്ന ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിക്കുക, ഞാൻ മനസ്സിലാക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർ പ്രൊഫസറാണ്, വളരെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അതില്ലാതെ ഒരു മിനിമം സർവൈവലിന് വേണ്ട ഫണ്ട് മാത്രം വാങ്ങി ഞാൻ ബാക്കി എൻ്റെ എമൗണ്ട് ഇന്നത്തെ പുതിയ പശ്ചാത്തലത്തിൽ സർക്കാരിന് സറണ്ടർ ചെയ്യുന്നു എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവും? ഇല്ല. അപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള പണിയാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സർക്കാർ എന്താ ക്ഷേമ പെൻഷനുകളാണ് 1100 1200 ആക്കി. എന്തായിരുന്നു UDFൻ്റെ കാലം? UDFൻ്റെ കാലം പെൻഷൻ കൊടുത്തിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങളൊക്കെ ഫീൽഡിലുള്ള ആളുകളാണ്. കൊടുക്കുക എന്നുള്ള പ്രഖ്യാപനത്തിനപ്പുറത്ത് എന്താ നടത്തിയത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്താ വന്ന് പ്രസംഗിക്കുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞ് ഞങ്ങൾ മിനിമം വേജസ് പ്രഖ്യാപിക്കും. 48 കൊല്ലം മുമ്പ് ഗരീബി ഹട്ടാവ് പ്രഖ്യാപിച്ചവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് വെറുതെ പ്രഖ്യാപനം നടത്തി 5 കൊല്ലം കഴിഞ്ഞാൽ ഗവൺമെന്റ് അടുത്ത് എങ്ങനെ അധികാരത്തിലേക്ക് വരിക? ഒരു സംശയം, അതായത് ഒരു ബജറ്റ് മുമ്പിൽ വരുമ്പോൾ പ്രതിപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്ന അവരോടൊപ്പമുള്ള സാമ്പത്തിക വിദഗ്ധരും അതിനൊരു വിമർശനാത്മകമായി സമീപിക്കും, സ്വാഭാവികമാണ്. ചെലവ് ചുരുക്കാതെ ഈ റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവരുമെന്ന് ഒരു ധനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ചെലവ് ചുരുക്കിയാണ് അത് ചെയ്യേണ്ടത്, അല്ലാണ്ട് എക്സ്ട്രാ സോഴ്സ് കണ്ടെത്തി വരുമാനം കൊണ്ടുവന്നുകൊണ്ടല്ല എന്ന് ഒരു സാമ്പത്തിക വിദഗ്ധനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരാളോ പറയുന്നതിന് അത്ര പ്രകോപനപരമായി കാണേണ്ടതുണ്ടോ? അതും ഒരു ഉപദേശമായി, പോസിറ്റീവ് ഉപദേശമായി കണ്ടുകൂടെ? അല്ല, അതിലിപ്പോൾ എല്ലാവരും സഹകരിക്കണമല്ലോ, എല്ലാവരും കോംപ്രമൈസ് ചെയ്യണം. ഇവർ പറയുന്നു, അദ്ദേഹം പറയുന്നത് പുതിയ കാർ, ഞാൻ രാവിലെ കണ്ടുകൊണ്ട് പറയാം, കാർ വാങ്ങിക്കണ്ടേ? ഒരു ഗവൺമെൻറ് സംവിധാനം വന്നു, ഒരു പ്രളയം വന്നു, അതുകൊണ്ട് കാറിൽ പോകണം, നാളെ മുതൽ എല്ലാവരും സൈക്കിളിൽ പോകണം എന്നൊക്കെ പറയുന്നത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന പ്രീ ആഡമൈറ്റ് യുഗത്തിലല്ല, നമ്മൾ ജീവിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി വളർച്ച പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ കാർ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ കാറിനകത്ത് ഏതെങ്കിലും ലക്ഷൂറിയസ് ആയ ആഡംബരമായ അല്ലെങ്കിൽ കോടികൾ വിലമതിക്കുന്ന കാർ വാങ്ങിക്കുന്നുണ്ടോ? ഡിസ്കസ് ചെയ്യാം.
ഇവിടെ ഇന്നോവ കാർ വാങ്ങിച്ച് അതിലെന്താ കുറ്റമുള്ളത്? ഇന്നോവയൊക്കെ ഇന്നൊരു സാധാരണ നിലയിലുള്ളൊരു കാറാണ്. അപ്പോൾ ഈ രീതിയിലേക്കൊന്നും ഒരു ഡിസ്കഷൻ കൊണ്ടുപോകുന്ന രീതി ശരിയല്ല. അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണ്. സ്വാഭാവികമായും ഒരു പ്രോ UDF സാമ്പത്തിക വിദഗ്ധനാകുമ്പം ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം പോലും ഒരു സൊല്യൂഷൻ പറയുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് ഞാനൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടൊന്നുമല്ല, എനിക്കറിയില്ല. അതുകൊണ്ട് പക്ഷേ ഞങ്ങൾ ലേമൻസിൻ്റെ സാധാരണക്കാർക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും ഇവിടെ നടപ്പിലാക്കപ്പെടുന്ന ഓരോ പദ്ധതികളും ഏതെങ്കിലും വേണ്ടാന്ന് നമുക്ക് വെക്കാൻ പറ്റുമോ? പറ്റില്ല. സാമൂഹിക ക്ഷേമ പെൻഷൻ ഉയർത്താതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാതിരിക്കുമോ? പറ്റില്ല. ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പണം ഇറക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ആലോചിക്കണം, ആരോഗ്യ മേഖലയിലെ മാറ്റം എന്താ? എൻ്റെ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റ് വന്നു, അത് മാറ്റമല്ലേ? ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് വന്നു, മാറ്റമല്ലേ? അപ്പോൾ ആരോഗ്യ മേഖലക്കകത്തുണ്ടാകുന്ന ഉണർവ്, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഉണർവ്, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിന്റെ ഭാഗമായി സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ഉയർത്തുന്നത്, ഇതെല്ലാം വലിയ മാറ്റം തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഇൻഡിവിജ്വൽ എടുത്തുകൊണ്ടുപോകുന്ന രീതിയൊന്നും. മത്സ്യത്തൊഴിലാളി മേഖല, ജോസഫ് സെബാസ്റ്റ്യൻ, ഈ പറയുന്ന പദ്ധതികളെല്ലാം നടപ്പാക്കണമെങ്കിൽ ഈ പറയുന്ന ധനാഗമന മാർഗത്തെക്കുറിച്ച് ഡോക്ടർ തോമസ് ഐസക് അല്പം മുമ്പ് പറഞ്ഞത്, ജോസഫ് സെബാസ്റ്റ്യൻ, ഈ വാറ്റ് കുടിശ്ശിക ഉൾപ്പെടെ പിരിച്ചെടുക്കുമെന്നാണ്. വാറ്റ് കുടിശ്ശിക എന്ന് അദ്ദേഹം പ്രത്യേകം ഊന്നി പറയുന്നത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. വാറ്റ് കുടിശ്ശിക എന്ന് പറയുന്നത് മറ്റൊരു റഷീമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അത് പിരിച്ചെടുക്കുക എന്നത് സംബന്ധിച്ച് സർക്കാരിനുള്ള ശുഭാപ്തി വിശ്വാസം അത്രമാത്രം പ്രതീക്ഷാ നിർഭരമാണോ? അത് പിരിച്ചെടുക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വാറ്റ് കുടിശ്ശിക വർഷങ്ങളായി ഈ കുടിശ്ശികയുടെ പേരിൽ വ്യാപാരികൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഒരുപക്ഷെ ഒരു ആംനസ്റ്റി സ്കീം, ഉദാഹരണമായിട്ട് 100 കോടി രൂപ കൊടുക്കേണ്ട ഒരു വ്യാപാരിക്ക് അയാൾ നിലവിൽ ഒരു 75 കോടി രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നവർക്ക് അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട്, അത് 25 കോടി രൂപ നഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിലും ഈ പ്രളയത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ നഷ്ടം സഹിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാറ്റ് കുടിശ്ശികയ്ക്ക് വേണ്ടി വ്യാപാരികൾ മുന്നോട്ട് വരും. അപ്പോൾ പക്ഷേ അവിടെ ഈ വാറ്റ് കുടിശ്ശിക പിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒറ്റത്തവണ തീർപ്പാക്കൽ, അതായത് ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നൊരു തോന്നൽ വ്യാപാരികൾക്കുണ്ടാകണം. ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും 5 വർഷത്തിനകം നിങ്ങളുടെ കണക്കുകളെല്ലാം റീഓപ്പൺ ചെയ്യാം, തുറന്ന് പരിശോധിക്കാം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില കണ്ടീഷണാലിറ്റീസ്, ചില നിബന്ധനകൾ വെച്ചാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ പലപ്പോഴും ഈ ആംനസ്റ്റി സ്കീമിന് വേണ്ടി മുന്നോട്ട് വരികയില്ല. എങ്കിൽ പോലും ഈ വാറ്റ് കുടിശ്ശിക ഏകദേശം 10,000 കോടി രൂപയോളം വാറ്റ് കുടിശ്ശികയായിട്ട് പിരിക്കാനുണ്ട് എങ്കിലും അതിൽ കുറേയൊക്കെ കോടതിയുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നവയാണ്. അവ ഒരുപക്ഷെ പിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇതിൽ എത്രമാത്രം ആംനസ്റ്റി സ്കീമിൻ്റെ അകത്ത് വരും, അത് എത്ര സത്വരമായിട്ട് ഇതിനു വേണ്ടിയുള്ള നടപടികൾ ഏർപ്പെടുത്താൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എത്രമാത്രം ഇവിടെ വിഭവസമാഹരണം നടത്താൻ കഴിയുമെന്നത്. ശരി, ശ്രീ NM ഷറഫുദ്ദീൻ, അവിടെയാണ് ഒരു ചോദ്യം. 10,000 കോടി ഒരു ചെറിയ തുകയല്ല, പക്ഷേ അതിൽ പലതും നിയമ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കോടതികളിലുള്ളൊരു സംഭവം കൂടിയാണ്. നിങ്ങൾ മറ്റൊരു റഷീം, ഒരു GST സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ആവലാതികൾ ഉന്നയിക്കുന്നു. പക്ഷേ അപ്പോഴും പഴയ സമ്പ്രദായത്തിലുള്ള കുടിശ്ശികയെക്കുറിച്ചാണ് സർക്കാർ ഇപ്പോഴും സംസാരിക്കുന്നത്. അതിനോട് വ്യാപാരി വാണിജ്യ സമൂഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? വാറ്റ് കുടിശ്ശിക, യഥാർത്ഥത്തിലുള്ള വാറ്റ് കുടിശ്ശിക തീർക്കാൻ വ്യാപാരി വ്യവസായി സമൂഹം എപ്പോഴും തയ്യാറാണ്. പക്ഷേ ഇവിടെ കേസിൽ കുടുങ്ങിക്കിടക്കുന്ന പല സംഭവങ്ങളും ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കപ്പെട്ടതും വളരെ വലിയ തോതിലുള്ള പലിശയോ അല്ലെങ്കിൽ പിഴയോ ചുമത്തപ്പെട്ടതുമാണ്. അങ്ങനെയുള്ളത് മാത്രമാണ് കോടതിയിൽ കിടക്കുന്നത്. ഈ കോടതിയിൽ ഇത്തരം കേസുകളിൽ പെടാത്ത വാറ്റ് കുടിശ്ശികളെല്ലാം തീർപ്പാക്കാൻ വ്യാപാരി വ്യവസായം സമൂഹം എപ്പോഴും തയ്യാറാണ്. അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. പക്ഷേ ഈ കേസിൽ കുടുങ്ങിക്കിടക്കുന്നത് മുഴുവൻ ഈ ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ നിരുത്തരവാദപരമായ ഒരു സമീപനം കൊണ്ടുണ്ടായിട്ടുള്ള വസ്തുതകൾ സംഭവങ്ങൾ മാത്രമാണ്. അതിലൊരു കൃത്യമായ ഒരു രൂപം കിട്ടാതെ ഇപ്പോൾ ഒരു കുടിശ്ശിക ഒരുപാട് ഊതിപ്പെരുപ്പിച്ച് പിഴ ചുമത്തുന്ന ഒത്തിരി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം കേസുകൾ മാത്രമാണ് ഈ വാറ്റ് കുടിശ്ശികകളിൽ ഇപ്പോൾ പിരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ കേസിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതിനൊരു കേസ് തീർപ്പാകാതെ തീർച്ചയായും അത് നടപ്പാകുന്നില്ല. അല്ലാത്ത കുടിശ്ശികളൊക്കെ തീർക്കാൻ എപ്പോഴും വ്യാപാരി സമൂഹം തയ്യാറാണ്. ശരി, BA പ്രകാശ്, ഇവിടെ എൻ ഷംസീർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആക്ഷേപം
ഇക്കാര്യത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിനെ ഇങ്ങനെ വിമർശിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ ഈ പ്രതിസന്ധി സാഹചര്യത്തെ മറികടക്കാൻ സർക്കാരിനെ സഹായിക്കുകയാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ടതെന്നാണ്. അതായത് ഇവിടെ ശ്രീ ഷംസീർ പറഞ്ഞ എന്താണ് അതായത് സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല, സർക്കാർ നയങ്ങളെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ധനധൂർത്തിനെ പറ്റിയൊന്നും പറയാൻ പാടില്ല, അദ്ദേഹം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം, അദ്ദേഹത്തിൻ്റെ പാർട്ടി പറയുന്ന പോലെ പറയണം എന്നുള്ള ഒരു നിലപാടാണല്ലോ പറഞ്ഞത്. അതായത് എനിക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം പറയാനുള്ള ഒരു അവസരം പോലും ഇല്ല എന്നുള്ള രീതിയിലല്ലേ അദ്ദേഹം എന്നെ ആക്ഷേപിച്ചത്. ഇത് ശരിയാണോ? ഈ തരത്തിലാണോ സംസാരിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ രീതിയിൽ മാത്രമാണ് ഞാൻ ചിന്തിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ സർക്കാരിന് സ്തുതി പാടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം, ഒരു ചുമതല? ആ നിലയിലാണോ കാണേണ്ടത്? അല്ല, ഒരു ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തു അല്ലെങ്കിൽ ഒരു പോളിസി ക്രിട്ടിസൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക്ഷേപിക്കുകയാണോ വേണ്ടത്? ചർച്ചയിൽ കുറേ കൂടെ മാന്യമായിട്ട് പെരുമാറണ്ടേ? അല്ലാതെ ഇങ്ങനെ ഈ തരത്തിൽ എന്തും കയറി പറഞ്ഞുകളയാമെന്നുള്ള ധാരണ സമയക്കാൻ നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഇതെന്താ ഫാസിസ്റ്റ് നാടാണോ ഇവിടെ? സ്വതന്ത്രമായിട്ടൊരു കാര്യം പറയാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമില്ലേ? ഞാനിവിടെ ഇന്നും ഇന്നലെയും ഈ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയതല്ല. രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്രകാശ്, അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പ്രകാശ്, അത്തരം കാര്യങ്ങളൊന്നും ഒരു തർക്കവുമില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ അത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഇത്തരത്തിലൊരു കൂട്ടായ ചർച്ചയിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതിനോട് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? UDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്ത് ഉൾപ്പെടെയുള്ളവർ. അതായത് ഒരു സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഓരോ കാര്യങ്ങളെപ്പറ്റി ഓരോ അഭിപ്രായം ഞാൻ പറഞ്ഞെന്നിരിക്കും. ആ അഭിപ്രായങ്ങൾ കൊള്ളുകയോ തള്ളുകയോ ചെയ്യാം. ഇവിടെ ഷംസീർ പറഞ്ഞ അഭിപ്രായത്തിന് ഞാൻ എതിർത്തില്ലല്ലോ, അല്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഞാൻ എതിർത്തില്ലല്ലോ, അല്ല അദ്ദേഹത്തിന് ഒരു തരത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓരോരുത്തരും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഓരോരുത്തർക്കും സ്വതന്ത്രമായിട്ടുള്ള ആശയങ്ങൾ പറയാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഈ വേദി ആ തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും, അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള കൗണ്ടർ പറയുക. അതിന് പറയുന്നതിന് പകരം ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്താൽ എങ്ങനെയാണ് അതിനോട് യോജിക്കാൻ? ശരി പ്രകാശ്, എൻ്റെ ചോദ്യം ഇതാണ്, അതായത് അത്തരത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിന് സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ? സർക്കാർ അതിന് ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? ഈ പ്രളയാനന്തര കേരളം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഈ അനന്തര ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ പൊതുവായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പല മേഖലകളിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അവരുടെ പരിമിതിക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നയപരിപാടികൾക്കുള്ളിൽ അവർ ചില തീരുമാനങ്ങളെടുക്കും. അതിൽ ശരിയും തെറ്റും ഉണ്ടാകാം. പിന്നെ ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഒരേ തരത്തിൽ തന്നെ ചിന്തിക്കണം, ഒരേ തരത്തിൽ സർക്കാർ എല്ലാം അംഗീകരിക്കണം എന്നുള്ളൊരു നിലപാടെടുക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ പ്രകാശ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു. ഒരു ഇടവേള കൂടി ആവശ്യമുണ്ട്. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങാം. പ്രളയാനന്തര കേരള പുനർനിർമ്മാണത്തിന് ഇന്നത്തെ ബജറ്റ് എത്രത്തോളം പ്രയോജനകരമാണ് എന്ന ഒരു ഭാഗമാണ് ഇനി പരിശോധിക്കുന്നത്. എൻ ഷംസീറിലേക്ക് ഒരിക്കൽ കൂടി. എൻ ഷംസീർ, ഈ പ്രളയാനന്തര നവകേരള നിർമ്മാണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും സർക്കാരിലെ വ്യത്യസ്ത മന്ത്രിമാരും എല്ലാം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ബജറ്റ് നാം പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു പുതിയ കേരളത്തെ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ അതിൽ കുറവാണ്. അതിന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ മറുപടി, അതിനുള്ളൊരു ആസൂത്രണം ഇനി നടക്കാനുള്ളതേ ഉള്ളൂ. വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള ADB ഉൾപ്പെടെയുള്ളവരുമായി അതിനെ സംബന്ധിച്ച വരുമാനം സംബന്ധിച്ച് വായ്പ സംബന്ധിച്ച ചർച്ചകൾ ഇനി നടക്കാനുള്ളതേ ഉള്ളൂ എന്നാണ്. എങ്കിൽ പോലും ഈ പ്രളയത്തിന് ശേഷം വിവിധ മേഖലകളിൽ നിന്ന് നാം അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിരുന്നു. നമ്മൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് പഴയ കേരളത്തിൽ നിന്ന് പുതിയ കേരളം വ്യത്യസ്തമാകുന്നതെന്ന് സംബന്ധിച്ചൊരു ആശയം, ഒരു ഭാവുകത്വം കൊണ്ടുവരാൻ സർക്കാരിന് കഴിയേണ്ടതായിരുന്നു. ആ അർത്ഥത്തിൽ ഒരു പോരായ്മയായി തന്നെ ഈ ബജറ്റിലെ ആ ഭാഗത്തെ നാം കാണേണ്ടതല്ലേ? അതിനു മുമ്പ് ബഹുമാന്യനായ പ്രകാശ് സാറ് വ്യക്തിപരമായി വല്ലാതെ ക്ഷുഭിതനായിക്കൊണ്ട് ഞാൻ വളരെ സമാധാനത്തോടെ വളരെ സംയമനത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തെ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് നിങ്ങളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പ്രകോപിതരാണ്. നിങ്ങളെപ്പോലെ പരിണിതപ്രജ്ഞരായ വളരെ സീനിയർ മോസ്റ്റായ ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് അതിനർത്ഥം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വല്ലാതെ പ്രകോപിതനായി എന്നുള്ളതാണ്. അങ്ങനെ പ്രകോപിതനാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെക്കാൾ പ്രായം കുറവാണല്ലോ എനിക്ക്. ഞാനങ്ങനെ പ്രകോപിതനായിട്ടൊന്നുമല്ലല്ലോ സംസാരിച്ചത്. ഞാൻ വളരെ സാറെ ബഹുമാനിച്ചുകൊണ്ട്, ഇപ്പോഴും സാറെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. പക്ഷേ സാറ് ഒരു കുറ്റം മാത്രം കണ്ടെത്തിക്കൊണ്ട് സംസാരിക്കുന്ന രീതി, പകരം നിങ്ങളൊരു സാമ്പത്തിക വിദഗ്ധൻ, നിങ്ങൾ പറഞ്ഞു ഞാൻ ഒരുപാട് കാലമായി ഇതിനകത്ത്, ശരി, നിങ്ങൾ അതോറിറ്റി തന്നെയാണ്.
അപ്പോൾ അതോറിറ്റിക്ക് കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായ ഉപദേശങ്ങൾ കൊടുക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ നല്ലതാണെങ്കിൽ, നിങ്ങൾ തരുന്ന സജഷൻസ് നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരു മടിയും ഈ സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് തോമസ് ഐസക്കിനെ പോലെ, പിണറായി പോലെ ഒരാൾ ആകെ പൂർണ്ണമായും തള്ളിക്കളയുന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. പ്രളയ ദുരിതം കടക്കാൻ 4700 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടനാടിന്, വയനാടിനൊക്കെ പ്രത്യേക പാക്കേജുകൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഫണ്ട് കണ്ടെത്താൻ ഇപ്പം വയനാട്ടിലെ ചില പ്രോഡക്ട്സ്, കോഫി മാർക്കറ്റിൽ ഇറക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുരുമുളകിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചക്കയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫണ്ട് റൈസിങ് പ്രോജക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് ഈ ഗവൺമെൻറ് കേരളത്തെ റീബിൽഡ് ചെയ്യുന്ന ലക്ഷ്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഉപദേശിക്കേണ്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഈ സാലറി ചാലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സഹകരിക്കണമെന്നായിരുന്നു. പക്ഷേ സഹകരിച്ചില്ലല്ലോ. കാരണം അപ്പോൾ കാണുന്നത് അതിലൂടെ ലെഫ്റ്റ് അങ്ങ് സ്കോർ ചെയ്തു പോവോ. മഴവെള്ളപ്പാച്ചിൽ വന്നപ്പം വെള്ളം ഒഴുകിയത് കമ്മ്യൂണിസ്റ്റുകാരുടെ പുറയിലേക്ക് മാത്രമല്ലല്ലോ, ലെഫ്റ്റ്, റൈറ്റ് ഓർ BJP എല്ലാവരുടെ വീടും തകർന്നിട്ടുണ്ട്. റോഡുകളെല്ലാം തകർന്നത് എല്ലാവരും സഞ്ചരിക്കുന്ന റോഡുകളാണ്. അപ്പം നിർമ്മിക്കേണ്ടത് എല്ലാവരുടെയും റോഡുകളാണ്, എല്ലാവരുടെയും വീടുകളാണ്. അതിന് എല്ലാവരും യോജിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ അതിൽ പാര വെച്ചത് ശരിയായില്ല. ഒരു ഭാഗത്ത് കോൺഗ്രസ് പാര വെച്ചു, UDF പാര വെച്ചു, എങ്ങനെ സാലറി ചാലഞ്ചിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. BJP പാര വെച്ചു, എങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അതർ കൺട്രീസ്, മറ്റിതര രാഷ്ട്രങ്ങൾ, ഫോറിൻ കൺട്രീസ് എന്ന് പറയാനുള്ള ഫണ്ട് ഫ്രീസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു കൊച്ചു സംസ്ഥാനത്തോട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ ഗവൺമെൻറ് ഏതെങ്കിലും കാര്യത്തിൽ ചെയ്യാതിരുന്നു? എന്തെങ്കിലും പ്രളയം നിങ്ങൾ നോക്കണം. ഇപ്പോൾ പ്രളയത്തിൻ്റെ ഭാഗമായി തകർന്നടിഞ്ഞ നമ്മുടെ ശബരിമലക്കകത്തുള്ള റോഡുകളും മറ്റും നന്നാക്കാൻ വേണ്ടി എത്ര കോടിക്കണക്കിന് രൂപയുടെ, ഇപ്പോൾ ശബരിമല ഞാൻ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞുതരാം. ശബരിമല പ്രത്യേക പാക്കേജിൻ്റെ പ്രഖ്യാപിച്ചിരിക്കുക. ശബരിമലക്ക് വേണ്ടി ശബരിമല വികസനത്തിന് 739 കോടിയാണ്. അവിടെയാണ് വലിയ റോഡുകൾ തകർന്നടിഞ്ഞത്, പമ്പ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ. അവിടെ 200 കോടി രൂപ മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ ഈ ബജറ്റിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ബജറ്റ് മോശം എന്ന് പറയുന്നില്ല, അത് പ്രകാശ് സാർ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താ? വേർ വിൽ യു റേസ് ദ റിസോഴ്സ്? അതാണ് ചോദ്യം. അതിനാണ് ഐസക് നൽകിയ ഉത്തരം. ഹൗ വിൽ യു റേസ് ദ റിസോഴ്സ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരമാണ് നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെ. ഗോൾഡ് മർച്ചൻറ്റ്സ് ഇതാണ് ഞങ്ങൾ വന്ന്, ഞാൻ നിയമസഭയ്ക്കകത്തുള്ളപ്പോൾ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഗോൾഡ് മർച്ചൻ്റാണ് മലബാർ അഹമ്മദ്. അദ്ദേഹം കുറേ കാലം എനിക്കറിയുന്ന ഒരാൾ. അദ്ദേഹം ഇന്നലെ എന്നെ വന്ന് കണ്ടു. ഇവിടെ അൺഅക്കൗണ്ടഡായി സെയിൽ നടക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള MLA മാർ ഇത് സഭയ്ക്കകത്ത് റേസ് ചെയ്യണം, അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിന്റ്, കാരണം ബഡ്ജറ്റ് സ്പീച്ച് എനിക്കുണ്ട്, ഞാനത് ഐസക്കിൻ്റെ ശ്രദ്ധപ്പെടുത്താം. അതവർ മുഖ്യമന്ത്രിയൊക്കെ ഉണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സുകാരുണ്ട് ഈ ഗോൾഡ് ഫീൽഡിനകത്തുള്ള. അവർ പറയുന്നു നിങ്ങൾ ഇതിനകത്ത് ഈ അൺഅക്കൗണ്ടഡ് ബിസിനസ് തടഞ്ഞാൽ 6000 കോടി രൂപ നിങ്ങൾ കിട്ടുന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ചിലർ സിനിമ ടിക്കറ്റിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. സിനിമ ടിക്കറ്റിനകത്ത് തട്ടിപ്പ് നടക്കുന്നില്ലേ? സിനിമ ടിക്കറ്റ് എല്ലാം ബുക്കിംഗ് ആണെന്ന് പറയുക, അതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പുകൾ കണ്ടെത്തുക, ചോർച്ച ഇല്ലാതാക്കി ഫണ്ട് റേസ് ചെയ്യും. അതാണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ അജണ്ട തന്നെ, അങ്ങനെ തന്നെയാണ്. അതിൽ എല്ലാവരും സഹകരിക്കണം. ശരി, നേരത്തെ ചെയ്തതുപോലെ ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ VD സതീശൻ MLA കൂടി ചേരുന്നു. ശ്രീ VD സതീശൻ, 2 കാര്യങ്ങളാണ് ആദ്യം ഉന്നയിക്കാനുള്ളത്. ഒന്ന്, ഈ പറയുന്ന ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട്, ആ ഫണ്ട് എവിടെ നിന്ന് വരുമെന്ന ചോദ്യത്തിന് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നികുതി ചോർച്ച കർശനമായി തടയുമെന്ന് മന്ത്രി തോമസ് ഐസക് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് പഴയ വാറ്റ് കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ പിരിച്ചെടുത്തുകൊണ്ട് നികുതി ചോർച്ച അടച്ചുകൊണ്ട് അത് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം. അത് എത്രമാത്രം സാധിക്കുമെന്നുള്ള ചർച്ച വേറെയുണ്ട്, അതിൽ താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ഒരു പ്രളയാനന്തര നവകേരള നിർമ്മാണത്തിനെ കുറിച്ചുള്ള ഒരു ആശയം, ഒരു ഭാവന ഈ ബജറ്റിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ആദ്യം മറുപടി പറയാം. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിന് വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ധനകാര്യമന്ത്രി തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ധനകാര്യമന്ത്രി ഒരു ധവളപത്രം അവതരിപ്പിക്കേണ്ടത്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ആക്ഷേപം കഴിഞ്ഞ ഗവൺമെൻറ് ടാക്സ് കളക്ഷൻ വളരെ കുറവായിരുന്നു, അത് കുറഞ്ഞു, ടാക്സ് കളക്ഷൻ കുറഞ്ഞു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. ഞങ്ങൾ അതുകൊണ്ട് അധികാരത്തിൽ വന്നാൽ എല്ലാ വർഷവും 25% വെച്ച് ടാക്സ് വർധനവ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായിട്ടും അദ്ദേഹത്തിന് 10% കൂടുതൽ ടാക്സ് വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബജറ്റ് എന്ന് പറയുന്ന പ്രഖ്യാപനങ്ങൾക്കെല്ലാം അപ്പുറം ബജറ്റിനെ നിങ്ങൾ നോക്കിക്കാണ്ടത് ബജറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കറണ്ട് ഇയറിലെ അക്കൗണ്ടും വരാൻ പോകുന്ന വർഷത്തിലെ എസ്റ്റിമേറ്റുമാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, 25 പദ്ധതികൾ. അതാണ് മെയിൻ ഫീച്ചറായിട്ട് എല്ലാവരും എടുത്തു കാണിക്കുന്നത്. പദ്ധതികളൊക്കെ നല്ല പദ്ധതികളാണ്. ആ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ്. സാധാരണ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ പ്രോജക്റ്റുകൾ അയക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഹൈലൈറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു. കുറച്ച് ഡ്രീം പ്രോജക്റ്റുകളുണ്ട്. പിന്നെ കുറേ എണ്ണം 3-4 വർഷമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ബജറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ പദ്ധതികളുണ്ട്.
എല്ലാ വർഷവും വരുന്ന വിശപ്പുരഹിത കേരളം, അതുപോലെ കൊച്ചി കോയമ്പത്തൂർ കോറിഡോർ തുടങ്ങിയ പദ്ധതികൾ, ഇതെല്ലാം വെച്ചിട്ട് ഇതാണ് നവകേരളം എന്നുള്ളൊരു പ്രതീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനുള്ള ഇപ്പോഴത്തെ കറണ്ട് ഇയറിലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയാൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷത്തെ എസ്റ്റിമേറ്റ് കണക്കാക്കിയാലും ഇത് സാധ്യമായ കാര്യമല്ല. അതാണ് ഈ ബജറ്റിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന അടിത്തറ എന്ന് പറയുന്നത് അവിടെയാണ്. ഇപ്പോൾ 10% നിന്ന് GST 30 എന്ന് പറയുന്നത് യാതൊരു അടിത്തറയില്ലാതെയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോമ്പൻസേഷൻ, പിന്നെ വാറ്റിലെ നികുതി മുഴുവൻ പിരിച്ചെടുക്കുമെന്നാണ്. ആംനസ്റ്റി പ്രോജക്റ്റാണ്. തോമസ് ഐസക് അവതരിപ്പിച്ച ഒരു ആംനസ്റ്റി പ്രോജക്റ്റിലും അദ്ദേഹം ഉദ്ദേശിച്ച എമൗണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല, അസസ്മെൻറ്റിലെ തെറ്റാണ്. അസസ്മെൻറ്റിൽ വലിയ ഹ്യൂജായിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തിയിരിക്കുകയാണ്, വലിയ എമൗണ്ട് നടത്തിയിരിക്കുകയാണ്. പല കേസുകളും കോടതിയിലാണ്. അവരൊന്നും വന്ന് ഈ ആംനസ്റ്റി സ്കീമിൽ ഈ എമൗണ്ടിലൊന്നും സെറ്റിൽ ചെയ്യത്തില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്ന പണം അതിൻ്റെ അകത്ത് കിട്ടില്ല. ഇനി കിട്ടിയാൽ പോലും മൊത്തം നികുതി വരുമാനം 10 നിന്ന് 15 എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ചിലവാണെങ്കിൽ വർദ്ധിക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചിലവ് വർദ്ധിക്കുന്നു. അപ്പോൾ എല്ലാം അപ്പോൾ ഈ ബജറ്റിനകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും എവിടേക്കാണ് പോകുന്നത്? ഏറ്റവും കൂടുതൽ ഈ ബജറ്റിൽ ആവർത്തിക്കപ്പെടുന്ന വാക്ക് ഏതാ? കിഫ്ബി എന്നുള്ളതാണ്. അപ്പോൾ കിഫ്ബി വഴി ചെയ്യുമെന്ന് പറഞ്ഞു. കിഫ്ബിയുടെ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ അങ്ങനെയല്ല നോക്കുന്നത്. 2016-17 തുടങ്ങിയ 3-ാമത്തെ വർഷമായി. ഈ ബജറ്റിൽ തന്നെ പറയുന്നു 2016-17 തുടങ്ങിയ പ്രോജക്റ്റുകളുടെ ഏകദേശം 20% ഇപ്പോൾ ആയിട്ടുള്ളൂ, ഗ്രൗണ്ടിലായിട്ടുള്ളൂ. ഈ ടെൻഡർ നടപടികൾ കഴിഞ്ഞുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ 132 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു 2016-17. 12 പ്രോജക്റ്റ് മാത്രമാണ് ഗ്രൗണ്ട് റിയാലിറ്റി ആയത്. ബാക്കിയുള്ളത് പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ പേപ്പറിലും അവിടെ കിടക്കുന്നു. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ കിഫ്ബി സാധാരണത്തെ ഒരു ഗവൺമെൻറ് ബജറ്റിനായി, അത് ഓഫ് ദ ബജറ്റ് സ്കീമാണ്. ബജറ്റിനകത്തുള്ള സ്കീമിനേക്കാൾ സ്ലോ ആയിട്ടാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മൂവ് ചെയ്യുന്നത്. മാത്രമല്ല 20,000 കോടി രൂപ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിൽ 7,000 കോടി രൂപയിൽ താഴെയാണ് അതിൻ്റെ അകത്തുള്ള പൈസ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആ സംശയങ്ങളെല്ലാം അതിൻ്റെ അകത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രോജക്റ്റുകൾ എങ്ങനെ നടപ്പാക്കും? ഇപ്പോൾ കഴിഞ്ഞ 2,000 കോടി രൂപയുടെ ഓക്കി കഴിഞ്ഞിട്ടുള്ളൊരു പാക്കേജ് പ്രഖ്യാപിച്ചു. സത്യത്തിൽ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് വരെ ആയിട്ടില്ല. പുറത്തുള്ള ഒരു ഫിനാൻഷ്യൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ഏജൻസിയും സഹായിക്കാൻ വന്നില്ല. ഇപ്പോൾ പറയുന്നത് കിഫ്ബിയിൽ പെടുത്തും എന്നാണ്. അതും 900 കോടി രൂപയാണ് കിഫ്ബിയിൽ പെടുത്തുമെന്ന് പറയുന്നത്. ബാക്കി 1,100 കോടി രൂപയുടെ എന്താണ് പ്രോജക്റ്റ്? അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുകയാണ് ഒരു 1,000-ലേറെ കോടി രൂപ. അങ്ങനെ ഒരു കണക്കുണ്ടാകുന്ന എനിക്കറിയില്ല. 1,000-ലേറെ കോടി രൂപ കൂടി അതിനകത്ത് കൊടുക്കും. അപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട എൻ്റെ പ്രോജക്റ്റ് പോലും ആകാത്ത ഒരു പദ്ധതിയിലേക്ക് ഒരു 1,000 കോടി രൂപ കൂടി കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശ്വാസ്യത എന്താ? ഇപ്പോൾ വിശപ്പുരഹിത കേരളം 2 കൊല്ലമായി പറയുന്നു. ഈ പറയുന്ന ധാരാളം പ്രോജക്റ്റുകൾ, ഇതാണ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ പ്രളയത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം, പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ ധനകാര്യമന്ത്രി മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ കരുതിയത്. അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവന ഉപാധികൾ നഷ്ടപ്പെട്ടു, വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ലൈവ്ലിഹുഡ് ഉപജീവന മാർഗം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു, കടകൾ, വ്യാപാര സ്ഥാപനം എല്ലാം പോയി. ആരുടെയും കയ്യിൽ പൈസയില്ല. സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടക്കുന്നില്ല, അതായത് എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നില്ല. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഈ പൈസയുടെ, പണത്തിൻ്റെ, കറൻസിയുടെ വിനിമയം നടക്കുന്നില്ല. അത് സത്യത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കും. അപ്പം ഞാൻ കരുതിയത് തോമസ് ഐസക് എപ്പോഴും കെയ്നീഷ്യൻ തിയറിയുടെ ഒരാളാണ്. അദ്ദേഹം ഇത് പരിഹരിക്കാൻ, ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യത്തിന് സമാനമായ സ്ഥിതി പരിഹരിക്കാൻ ഒരു സ്റ്റിമുലസ് പാക്കേജ് അവിടെ കൊണ്ടുവരുമെന്നാണ് കരുതിയത്. സത്യത്തിൽ പ്രളയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റും ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസനീയമായ ഒരു പ്രോജക്റ്റും നമുക്കിതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നവകേരളമാണ് എന്ന് പറഞ്ഞ് ഡ്രീം പ്രോജക്റ്റുകളും എല്ലാം കൂടി കൊണ്ടുവന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത്, ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുമ്പുള്ള കാലത്തും എല്ലാ ഗവൺമെൻറ്റുകളും ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാ ഗവൺമെൻറ്റുകളും ആഗ്രഹിക്കുന്നു. ആഗ്രഹം നല്ലതാണ്, സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ്, എന്നാലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ പ്രോജക്റ്റുകളെല്ലാം കൂടി കൊണ്ടുവന്ന് ഒരു ഇലക്ഷൻ ഇയറിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ആണ് ഇലക്ഷൻ ഇയറിലെ ഒരു ബഡ്ജറ്റ്, അതിന് തൊട്ട് മുമ്പുള്ള ബഡ്ജറ്റ്. പക്ഷേ അതിനെ വിലയിരുത്തേണ്ടത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ്, സാമ്പത്തിക സൂചകങ്ങൾ വെച്ചിട്ടാണ്. ആ സാമ്പത്തിക സൂചകങ്ങളുടെ പിന്തുണ ഈ പ്രോജക്റ്റിന് ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. ശ്രീ വി ഡി സതീശൻ, ഒരു കാര്യം, ഈ ചില പദ്ധതികൾ തന്നെ സ്റ്റിമുലസായി മാറാറുണ്ട്, അതിൽ പണം ചെലവഴിച്ചില്ലെങ്കിൽ പോലും. ആ അർത്ഥത്തിൽ തന്നെ ചില പദ്ധതികളുടെ പ്രഖ്യാപനം ഒരുപക്ഷെ സമ്പദ് വ്യവസ്ഥയെ, വിപണിയെ ഉദ്ദീപിപ്പിക്കേണ്ടതാണ്.
അങ്ങനെ ആ പദ്ധതി പ്രഖ്യാപനം പോലും അങ്ങനെയല്ല എന്നാണോ താങ്കൾ വാദിക്കുന്നത്? അല്ല, കേരളത്തിൽ അത് ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ അതില്ലാത്തതിൻ്റെ കാരണം ബജറ്റിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം പറയുന്നില്ല. പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിലെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മ കേരളത്തിൽ പൊതുവെയുണ്ട്. അപ്പോൾ ബജറ്റിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ കേന്ദ്രത്തിലൊക്കെ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ ഗോൾഡ് മാർക്കറ്റിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ കേരളത്തിലൊരു ബഡ്ജറ്റിലൊരു പ്രഖ്യാപനം വന്നുകൊണ്ട് അതൊരു സ്റ്റിമുലസ് ഇഫക്റ്റ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ആരും വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ സ്റ്റിമുലസ് കൊണ്ട് ഈ ഒരു വിർച്വൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് വർഷമാണെന്ന് താങ്കൾ പറഞ്ഞു. ശ്രീ വി ഡി സതീശൻ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണെന്ന് പറഞ്ഞു. ഭാവിയിൽ കേന്ദ്രത്തിൽ UPA കോൺഗ്രസ് നേതൃത്വത്തിലൊരു സർക്കാർ വരുന്നു എന്നൊരു തോന്നൽ, അതുപോലെ തന്നെ തോമസ് ഐസക്കിൻ്റെ ഈ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഇതും ഒരു ഫലം ഉണ്ടാക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതല്ലല്ലോ, അത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ എന്താണ്? 4.5 വർഷക്കാലമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകർന്നിരിക്കുന്ന സാഹചര്യമാണ്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, കർഷകരെല്ലാം വലിയ കടത്തിലാണ്, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഓയിലിൻ്റെ പ്രൈസ് കുറച്ചതിൻ്റെ ഗുണം ആളുകൾക്ക് കിട്ടിയില്ല, രാജ്യത്ത് ഇൻഫ്ലേഷൻ വന്നു, വിലക്കയറ്റം വന്നു, ഒരു ഇടപെടലും ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്നെ ഇവർ രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർക്കെതിരായിട്ടുള്ള ഒരു ട്രെൻഡ്, ആ ഒരു ട്രെൻഡ് വന്നു, തീർച്ചയായിട്ടും വന്നു. ഞാൻ കരുതുന്നത് നാളത്തെ അവരുടെ ബജറ്റിലും ഇതുപോലത്തെ കുറേ സോപ്പുകൾ അവർ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. കാരണം ഇലക്ഷൻ ഇയറാണ്. അവർക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. കാരണം അവർക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. അത് ശരിയായിട്ടുള്ള പാസ്സാക്കാൻ പോലും ആ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റില്ല. അവർ തിരിച്ച് അധികാരത്തിൽ വരണം. അങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ആ അധികാരത്തിൽ വരാനുള്ള സാധ്യതകളില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നാളെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് ഇതുപോലെ പടക്കമാണ്. പക്ഷേ കേരളത്തിലെ പ്രശ്നം അതല്ല. കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് വിലയിരുത്തപ്പെടും. തോമസ് ഐസക്കിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ തുടർച്ചയായി വിശ്വാസ്യതയില്ലാതെ ഇങ്ങനെ പദ്ധതികൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് വ്യക്തിപരമായി അത് ബാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ജോസ് സെബാസ്റ്റ്യൻ, ഇവിടെ ഒരു ഇലക്ഷൻ ഇയറിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബജറ്റ് കൂടിയാണിത്. അങ്ങനെ നോക്കുമ്പോൾ അത്തരം പോപ്പുലിസ്റ്റ് ജനപ്രിയ കണ്ടന്റ് വളരെ കുറവാണ് എന്ന് തോന്നൽ ഈ ബജറ്റിലുണ്ടോ? കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഉള്ളത് പ്രളയം മൂലം തകർന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഇവിടെ കൂടുതൽ വിഭവ സമാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വിഭവ സമാഹരണത്തിനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ശ്രീ സതീശൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റിമുലസ് പാക്കേജ് ആയിട്ട് വരികയായിരുന്നെങ്കിൽ വിപണിയെ അത് ശക്തമാക്കുകയും അതുവഴിയായിട്ട് കൂടുതൽ നികുതി വരുമാനത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതികൾ ഒരു 2-3 മാസത്തിനകം നടപ്പിൽ വരികയാണ്, കുറേയെങ്കിലും നടപ്പിൽ വരികയാണെങ്കിൽ അത് നമ്മുടെ വ്യവസായ മേഖലകളിൽ ഒരു ഉത്തേജനമുണ്ടാക്കുകയും അതുവഴിയായിട്ട് നികുതി വരുമാനത്തിലേക്ക് പോകുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ എക്കാലത്തും അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ജനപ്രിയമല്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ ഒക്കാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മുടെ ഈ മുന്നണി രാഷ്ട്രീയം സൃഷ്ടിച്ച ഒരു സംസ്കാരമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുസേവനങ്ങൾ എല്ലാ കാലവും അനുസ്യൂതമായി പ്രവഹിച്ചുകൊണ്ടിരിക്കും, അതിനുവേണ്ടി ജനങ്ങളൊന്നും സംഭാവന ചെയ്യണ്ട എന്നുള്ള ഒരു മിഥ്യ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ തോമസ് ഐസക്ക് ഏതെങ്കിലും തരത്തിൽ അധിക വിഭവ സമാഹരണത്തിന് ശ്രമിച്ചിരുന്നെങ്കിൽ കൂടുതലായിട്ടുള്ള വിമർശനമേ അദ്ദേഹം നേരിടുമായിരുന്നു. അത് TV ചാനലുകളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അത് കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം കുറേയൊക്കെ ജനപ്രിയമായി പോകേണ്ടതായി വന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സബ്സിഡികൾ അർഹരായവർക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തി ഒരു 2000 കോടി രൂപ സമാഹരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം 1972 പോലും
റവന്യൂ ഈ മേഖലയിലെ റവന്യൂ ചെലവിൻ്റെ 5% ഫീസുകളായിട്ട് ശേഖരിച്ചിരുന്നു. പക്ഷേ ഇന്ന് അത് 2% കുറഞ്ഞിരിക്കുന്നു. അതായത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ റവന്യൂ ചെലവുകൾ തുടർച്ചയായിട്ട് വർദ്ധിക്കുമ്പോഴും അവിടെ ഫീസുകൾ വർദ്ധിപ്പിക്കുന്നില്ല. കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു മാസം ശരാശരി 500 രൂപ മൊബൈൽ ഫോണിന് ചിലവാക്കുമ്പോൾ അവരൊരു വർഷമാകമാനം കൊടുക്കുന്ന ഫീസ് 1000-ഓ 1200-ഓ ആണ്. മെഡിക്കൽ കോളേജുകളിൽ സാധാരണക്കാരൻ്റെ കുട്ടി ലോൺ എടുത്ത് പഠിക്കുകയാണെങ്കിൽ 7 ലക്ഷം രൂപ വരെ ഫീസ് കൊടുക്കുമ്പോൾ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി എന്നതിൻ്റെ പേരിൽ കേരളത്തിലെ പ്രൊഫസർമാരുടെയും യൂണിവേഴ്സിറ്റി അധ്യാപകരുടെയും ഒക്കെ മക്കളാണ് വെറും 30,000-ഓ 35,000-ഓ രൂപ വാർഷിക ഫീസ് കൊടുത്ത് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ മേഖലയിൽ നിന്ന് കുറേ കൂടി വിഭവസമാഹരണം നടത്താനാകുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിലാകെ പത്രങ്ങളും TV ചാനലുകളും നമ്മുടെ സാമ്പത്തിക വിദഗ്ധനാണെന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരും ഒക്കെ കൂടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ രൂപം കൊണ്ടുള്ള ഒരു പൊതു രാഷ്ട്രീയ നിലപാട് കൂടിയായിരിക്കാം അത്. ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ NM ഷറഫുദ്ദീൻ, ഇവിടെ വാണിജ്യ വ്യാപാര രംഗത്തെ ഉദ്ദീപിപ്പിക്കുന്ന പദ്ധതി പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? നിങ്ങൾ നിരന്തരം നികുതി പിരിക്കുന്നതിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ ആ അർത്ഥത്തിൽ ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ വ്യാപാര വാണിജ്യ വ്യവസായ മേഖലകളെ ഉദ്ദീപിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് പൂർണ്ണമായും ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. കാരണം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രളയാനന്തരമുള്ളൊരു ബഡ്ജറ്റ്, ഈ പ്രളയം മൂലം ബുദ്ധിമുട്ടിയ ഒരുപാട് കച്ചവടക്കാരുണ്ട്, ചെറുകിട കച്ചവടക്കാരും ഇടത്തരം കച്ചവടക്കാരും ഒക്കെ. ഇവർക്ക് ആയിട്ട് ഒരു പാക്കേജ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാം, ഒരു വ്യാപാരി സമൂഹം മുഴുവൻ. പക്ഷേ അങ്ങനെ ഒരു ഉത്തേജിപ്പിക്കുന്ന ഒരു പാക്കേജ് ഒരിക്കലും ഇതിവിടെ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് വേണ്ടത് ഈ പ്രളയം മൂലം കച്ചവടം നഷ്ടപ്പെട്ട, അതും നിത്യജീവിതം നടത്തി വന്നിരുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി കച്ചവടക്കാരുണ്ട്. ഇവരൊക്കെ ആ കച്ചവടം പോയപ്പോൾ, നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം പോലും വഴിമുട്ടി ഒരവസ്ഥയിലേക്കാണ് പോയത്. അങ്ങനെ വന്നപ്പോൾ തീർച്ചയായും അവർക്കുള്ള ഒരു പാക്കേജ്, ഒരു ഉത്തേജനം അവരെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ഞങ്ങൾ കണ്ടില്ല. രണ്ടാമത് ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ്, ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ വളരെ കൂടുതലാണ്, തൊഴിൽരാഹിത്യം ഇല്ലായ്മ. പക്ഷേ ഇവിടെയൊക്കെ ഈ തൊഴിലുകൾ കൊടുക്കാൻ ഒരിക്കലും ഗവൺമെൻറ്റിന് കഴിയില്ല. പക്ഷേ ചെറിയ ഈ സംരംഭങ്ങൾ പാക്കേജുകളായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചോ ചെറിയ സംരംഭങ്ങൾ ആണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് ഉള്ള ഒരു പ്രത്യേക പാക്കേജും ഇതിൽ വേണ്ടതായിരുന്നു. വീണ്ടും അത് ഇനിയും ബജറ്റ് ഡിസ്കഷനിൽ അത് വരുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം അൺഎംപ്ലോയ്മെൻറ്റ്, ഈ തൊഴിൽ രാഹിത്യം തീർച്ചയായിട്ടും നമുക്ക് മാറ്റേണ്ടതുണ്ട്. ശരി, ഒരുപാട് ചെറുപ്പക്കാർ ചെറിയ ഇടവേള കൂടി ഇപ്പോൾ ആവശ്യമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് അതിലേക്ക് മടങ്ങിയത്.
എൻ ഷംസീർ MLA ഒരിക്കൽ കൂടി. എൻ ഷംസീർ, ഇവിടെ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ഈ ബജറ്റിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ വന്നു കഴിഞ്ഞു, താങ്കളത് കേട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രധാനമായി വരുന്ന വിമർശം ഏതെങ്കിലും രീതിയിലുള്ള വിപണി വാണിജ്യ മേഖലകളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു പാക്കേജും ഈ ബജറ്റിലില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രളയാനന്തര നവകേരള നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിലുള്ളൊരു ഭാവുകത്വം, ഒരു ഭാവന ഇതിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നാണ്. അതിന് ധനമന്ത്രി മറുപടി പറഞ്ഞത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. എങ്കിൽ പോലും ഒരു അഭിപ്രായ സ്വരൂപണം വഴി അത്തരത്തിലൊരു ആശയം രൂപീകരിക്കാൻ ഈ ബജറ്റിൻ്റെ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. മറ്റൊന്ന്, നികുതി പിരിവിനെക്കുറിച്ചുള്ള ആശങ്കകൾ. ഈ നികുതി പിരിവിൽ ഉണ്ടാകുന്ന കുറവ് മൂലം കിഫ്ബിയെ ധാരാളമായി ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ, കിഫ്ബി തന്നെ അണ്ടർ പെർഫോം ചെയ്യുന്നു എന്ന VD സതീശനെ പോലുള്ളവരുടെ വിമർശനം. ഇതിന് താങ്കളുടെ മറുപടി? അതിലെ പ്രളയം മൂലം ഉപജീവനം നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉപജീവന സഹായ പദ്ധതി എന്ന പേരിലൊരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഓൺഗോയിങ് ആണ്. ബാങ്കുകളുമായി അണ്ടർസ്റ്റാൻഡിങ് ഓൾറെഡി എത്തി. അവർക്ക് സഹായിക്കുക. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ ഡയറക്ഷൻ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് ചീഫ് സെക്രട്ടറി തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് കടകളും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട ആളുകൾക്കാണ്, ചെറുകിട ഇടത്തരക്കാർക്ക്. ഒപ്പം വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവരുടെ വീടുകൾ അത് മൺസൂണിന് മുമ്പ് നിർമ്മിച്ചു കൊടുക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശം ഓൾറെഡി ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. അതും ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമായി ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ചന്ദ്രശേഖരൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല പ്രളയത്തിൻ്റെ ഭാഗമായി എന്ന രീതിയിലേക്ക് ആക്ഷേപിക്കുന്ന രീതി ശരിയല്ല. ഒപ്പം റോഡുകളുടെ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം, ഈ പ്രവർത്തനങ്ങളും ഓൺഗോയിങ് ആണ്. നിങ്ങളൊരു റോഡ് പൊളിഞ്ഞാൽ, ഒരു പാലം പൊളിഞ്ഞാൽ നാളെ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതൊരു പ്രോസസ്സാണ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതിൻ്റെ സമയമുണ്ടല്ലോ, ഒരു പീരീഡ് ഉണ്ടല്ലോ. ആ പീരീഡിനകത്ത് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് തന്നെ കൃത്യമായ ഡയറക്ഷൻ, സംസ്ഥാന സർക്കാർ തന്നെ ഉദ്യോഗസ്ഥലത്തിൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കും. പ്രളയത്തിന് ശേഷം ഒന്നും ചെയ്തില്ല എന്ന രീതിയിൽ അതൊരു പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ് മാത്രമാണ്, ഒരു പൊളിറ്റിക്കൽ അലിഗേഷൻ മാത്രമാണ്. അതിനപ്പുറത്ത് അതിന് ഗൗരവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്വാഭാവികമായും UDF അങ്ങനെ പറയാൻ പാടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. കാരണം അൾട്ടിമേറ്റ് അല്ല ഇലക്ഷൻ ആണല്ലോ. ഇപ്പോൾ ഇലക്ഷൻ ഇയറിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. സ്വാഭാവികമായും അവർ അങ്ങനെ പറയൂ. ഒരുപക്ഷെ അവർ പേഴ്സണൽ ടോക്കിൽ അത് എത്രമാത്രം അവർ അതിനെ ഓൺ ചെയ്ത് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രളയത്തിന് ശേഷമുള്ള കേരളത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടു കാണും ഒരു മഹാപ്രളയം വന്നത്. ആ മഹാപ്രളയത്തെ ലോകത്തെ വികസിത രാജ്യങ്ങൾക്കകത്ത് പോലും വലിയ രീതിയിൽ കാഷ്വാലിറ്റി ഉണ്ടായപ്പം കേരളത്തിൽ ഇത്രയും തിക്ലി പോപ്പുലേറ്റായ കേരളത്തിൽ 435 ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 435 ഒതുക്കാൻ കഴിഞ്ഞു. അത് ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ തന്നെയാണ്, ഒരു സംശയം ആർക്കും വേണ്ട. ഇത്രയും തകർച്ച ഉണ്ടായിട്ടും അതിനെയും അതിജീവിക്കുന്ന പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വയനാട്ടിലെ കാപ്പിയെ ഫോക്കസ് ചെയ്തുകൊണ്ട്, കുരുമുളകിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് മാർക്കറ്റിനകത്ത് എങ്ങനെ സെയിൽ ചെയ്യാം എന്ന കാര്യം ഈ ബഡ്ജറ്റിനകത്ത് വളരെ ക്ലിയറായി പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്വീകരിക്കാം, ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം, ടൂറിസത്തിൻ്റെ സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കാം. ഈ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ അതിലൂടെ ഫണ്ട് റേസിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത്, റിസോഴ്സ് ജനറേറ്റ് ചെയ്യലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യതകളെ റിസോഴ്സ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വയനാട്ടിലെ കാപ്പി, വയനാട്ടിലെ കുരുമുളക്, അപ്പോൾ ചക്ക നമ്മുടെ മാത്രം പ്രൊഡക്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള സാധ്യതകളെ വിനിയോഗിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിനകത്തുണ്ട്. അത് മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിക്കും ഐസക്കിനും പിണറായിക്കും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഗവൺമെൻറ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2021 അല്ല ഞങ്ങളുടെ ലക്ഷ്യം. 2021 കൂടി അവസാനിപ്പിക്കലല്ല ലെഫ്റ്റിൻ്റെ ലക്ഷ്യം. ഞങ്ങളുടെ ഒരു തുടർ ഭരണമാണ്, ഒരു കൺസിക്യൂട്ടീവായ ഭരണമാണ്. അതുകൊണ്ട് ഫേക്ക് പ്രോമിസ് കൊടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ഇലക്ഷനിൽ ഏതൊരു സർക്കാരും പ്രോമിസിൻ്റെ പുറത്ത് വരും. ഇപ്പോൾ അടൽ ബിഹാരി മോഡി കൊടുത്ത പ്രോമിസാണ്. ജനം വെറും പ്രോമിസിൽ മാത്രം വോട്ട് ചെയ്യില്ല. അടുത്ത ഗവൺമെൻറ് ഇലക്ഷനിൽ വരുമ്പം ജനം മോണിറ്റർ ചെയ്യാൻ എത്രമാത്രം ആ ഗവൺമെൻറ് പെർഫോം ചെയ്തു. പ്രോമിസ് പെർഫോമൻസ്, അതാണ് ഒരു ഗവൺമെൻറ്റിന് വരാനുള്ള കാരണം. ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത പ്രോമിസ് ഉണ്ട്, ഞങ്ങൾ കൃത്യമായി പ്രോഗ്രസ് കാർഡ് ഇറക്കുന്നുണ്ട്, ഓരോ വർഷം മുഖ്യമന്ത്രി തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം പ്രോമിസുകൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള പരിശോധന. ഒരു പക്ഷേ പ്രളയം വന്നില്ലെങ്കിൽ ഒരു പക്ഷേ 90 കിലോമീറ്ററോ 100 കിലോമീറ്റർ വേഗത്തിൽ ഓടേണ്ട സർക്കാരായിരുന്നു ഇത്. 100-120 കിലോമീറ്റർ വേഗത്തിൽ. പ്രളയം വന്നപ്പോൾ അതിൻ്റെ വേഗത അല്പം കുറഞ്ഞു എന്നല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് കൊടുത്ത പ്രോമിസ്, ഇലക്ഷൻ്റെ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നടപ്പിലാകാതെ പോകുന്ന പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യം ഒരു 2021 വരെ ഉന്തിക്കൊണ്ടുപോക്കല്ല, മറിച്ച് ഒരു തുടർ ഭരണമാണ്. ആ തുടർ ഭരണം ലക്ഷ്യം വെച്ചുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് UDF-നെ സംബന്ധിച്ചുള്ള അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ പോലും ഈ പറയുന്ന രീതിയിൽ ഞാൻ മടങ്ങി വരാം. VD സതീശൻ, ഇവിടെ എൻ ഷംസീർ ചൂണ്ടിക്കാട്ടുന്ന രീതിയിൽ പരിശോധിക്കുമ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രയും ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുന്ന ഒരു ബജറ്റിൽ പോലും
താങ്കൾ സൂചിപ്പിച്ച അത്ര ഒരു ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പ്രളയത്തെ തന്നെ മുന്നിൽ നിർത്തി പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമുണ്ട്. ഇത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു പോപ്പുലർ വാഗ്ദാനങ്ങൾ തോമസ് ഐസക് ഈ ബജറ്റിൽ നൽകിയെന്ന് പറയാൻ കഴിയുമോ? അല്ല, പദ്ധതികളെല്ലാം പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത, കയ്യിൽ പണമില്ലാതെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ തന്നെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പദ്ധതികളാണ്. ഇവിടെ ഷംസീർ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ വന്ന് നടത്തിയോ? ഞാൻ പറയാത്തൊരു കാര്യത്തിലാണ് ഇത്ര നേരം വിഷമിച്ച് ഷംസീർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താ, ഷറഫുദ്ദീൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അത് നമ്മൾ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റിമുലസ് പാക്കേജ് വന്ന് അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കി ആളുകളെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ സെസ് ഏർപ്പെടുത്തിയില്ല, ഞാനെതിരല്ല. പക്ഷേ സെസ് എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? സെസ് സാധാരണ ഏർപ്പെടുത്തുന്നത് GST മേലാണ് സെസ് ഏർപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാന്നറിയില്ല, അടിസ്ഥാന വിലയിലാണ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ പറയുന്ന ഈ 600 കോടി രൂപ കിട്ടാൻ വേണ്ടിയിട്ട് കെട്ടിട നിർമ്മാണ സാമഗ്രികളിൽ ഇപ്പോൾ സെസ് ഏർപ്പെടുത്താമോ? കേരളം പുനർനിർമ്മാണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സിമെൻറ്റിനും കമ്പിക്ക് ഏറ്റവും വില കൂടിയ സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട്ടിലും കർണാടകത്തിലും വിൽക്കുന്ന സിമെൻറ്റിൻ്റെ വില വെച്ചല്ല ഒരു കമ്പനിയും കേരളത്തിൽ വിൽക്കുന്നത്. എനിക്കറിയില്ല എന്താ കാര്യം, ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. കമ്പിയുടെ വില കേരളത്തിലെത്തുമ്പോൾ കൂടും. സിമെൻറ്റ് കമ്പിക്ക്, കെട്ടിട നിർമ്മാണ സാമഗ്രികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ വില, താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത വിലയുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ ഈ ബജറ്റിലൂടെ അതും വീണ്ടും കയറി സെസ് ഏർപ്പെടുത്തി, കെട്ടിട നിർമ്മാണ സാമഗ്രികളിൽ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ എന്നോട് ഒരാൾ ചോദിച്ചു, ഫ്രിഡ്ജിൽ ഏർപ്പെടുത്തി എന്താ കുഴപ്പമൊന്നും. എൻ്റെ 10,000-കണക്കിന് വീടുകളിലാണ് അവരുടെ വീട്ടിലെ ഗൃഹോപകരണ സാധനങ്ങൾ ഒഴുകിപ്പോയത്. ഇതൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ലോൺ വാങ്ങിച്ച് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ കാത്തിരുന്ന് കൊതിച്ച് കുറേശ്ശെ പണം വാരിക്കൂട്ടി ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി പോലും ഉള്ള കാര്യങ്ങളാണ് ഫ്രിഡ്ജ്. ഇതൊക്കെ ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജീവന ഉപാധികളും ഗൃഹോപകരണങ്ങളും ഒക്കെ പൂർണ്ണമായി ഒഴുകിപ്പോയ കാലത്ത് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒരു മൈൻഡ് അപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സെസ് ഏർപ്പെടുത്തിയത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ, ഒരു നാണ്യപ്പെരുപ്പം കേരളത്തിലുണ്ടാകും. ആ നാണ്യപ്പെരുപ്പം അനാവശ്യമായ വിലവർധനവിലേക്ക് കൊണ്ടുപോകും. അത് ഞാൻ പറയുന്നത്, ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രളയാനന്തര കേരളത്തിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത് എന്നൊരു മനസ്സ് വേണമായിരുന്നു. അല്ല, ഇലക്ഷൻ അല്ലായിരുന്നു മനസ്സിലുണ്ടാകേണ്ടിയിരുന്നത്. വരാൻ പോകുന്ന ഇലക്ഷൻ അല്ലായിരുന്നു മനസ്സിലുണ്ടാകേണ്ടത്. മനസ്സിലുണ്ടാകേണ്ടിയിരുന്നത് ഷംസീർ പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി. ഒരു കാര്യം, ഈ ഇലക്ഷനായിരുന്നു തോമസ് ഐസക്കിന് മുമ്പിൽ ഉണ്ടാവുന്നതെങ്കിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചു. കേരളത്തിലെ 450 ചുരുക്കിയത് ഇലക്ഷനാണ് തോമസ് ഐസക്കിന് മുമ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ താങ്കൾ പറയുന്ന ഈ ഗൃഹോപകരണങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ എന്നിവയിൽ സെസ് ഏർപ്പെടുത്താൻ അവർ തുനിയുമായിരുന്നു. അപ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈ പ്രഖ്യാപനങ്ങൾ എന്ന് തന്നെ വ്യക്തമല്ല അതിൽ നിന്ന്. ശ്രദ്ധിക്കാതെ ചെയ്താണ്. പണമില്ലായ്മയുടെ പരിഭ്രാന്തിയിൽ നിന്ന് ചെയ്താണ്. പണമില്ലായ്മയുടെ ഒരു പരിഭ്രാന്തിയുണ്ട്. ഒരു പണവും ഇല്ലാത്ത സ്ഥിതിയാണ്. നിങ്ങൾ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്ക്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഈ വർഷത്തെ സ്ഥിതി എന്താണ്? കറണ്ട് ഇയറുള്ള സ്ഥിതി എന്താണ്? വളരെ ദയനീയമായിട്ടുള്ള വരുമാനം, ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു. അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റിലും വലിയ രീതിയിൽ ചെലവ് വർദ്ധിക്കുന്നു. പണമില്ല, മുന്നോട്ട് പോകാൻ വയ്യ. 10% GST 30 എന്നുള്ള ഒരു ഡ്രീമാണ് മുമ്പിലുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബഡ്ജറ്റ് കംപ്ലീറ്റ് ഉള്ളത്. പക്ഷേ ബഡ്ജറ്റിൻ്റെ ഫ്രണ്ടിൽ 25 പ്രോജക്റ്റുകളാണ്. ആ പ്രോജക്റ്റുകൾ കണ്ടാൽ നമ്മളെല്ലാം ഞെട്ടിപ്പോവും. കാരണം പാരലായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ടെത്തുന്ന റെയിൽ, വിശപ്പ് രഹിത കേരളം, കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി തുടങ്ങിയുള്ള ഭയങ്കരമായ വളരെ അട്രാക്റ്റീവല്ല. പിന്നെ അതല്ലാതെ പിന്നെന്താ, അതെല്ലാം ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളല്ലേ ചെയ്തിരിക്കുന്നത്. അതല്ലേ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന വലിയ സംഭവം നടത്താൻ പോകുന്നു. പക്ഷേ ഈ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആരാ നോക്കുന്നത്? ആ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിൻ്റെ എല്ലാം ബേസ്. ഒരു പ്രോജക്റ്റ് നടപ്പാകുമോ ഇല്ലയെന്ന്. ഞാൻ നേരത്തെ ഞെട്ടിപ്പോയ കാര്യം എന്ന് പറഞ്ഞാൽ, ഷംസീർ എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ഈ ഗവൺമെൻറ് ഇല്ലായിരുന്നെങ്കിൽ മരണം 435 ആയി കുറയില്ലായിരുന്നു എന്ന്. ഗവൺമെൻറ് നടത്തിയ വർക്ക് കൊണ്ടാണ് എൻ്റെ ഷംസീറെ രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ നടുവിൽ കഴുത്തിനൊപ്പം വെള്ളമായിട്ട് നിന്ന ആളുകളാണ് ഞങ്ങളെല്ലാം. കുറേ ആളുകളെ രക്ഷപ്പെടുത്തി, മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും വന്ന്, ബാക്കി കുറേ ആളുകൾ വെള്ളം ഒഴുകിയപ്പോൾ വന്ന്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കാഷ്വാലിറ്റി ഇല്ലായിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ സ്ട്രക്ചേഴ്സാണ്. വീടുകളും അതുപോലെ പൊതുസ്ഥാപനങ്ങളും ഒക്കെ 1ാം നിലയും 2ാം നിലയും ഒക്കെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ, സ്കൂളുകൾ ഒക്കെ 2-3 നിലയുള്ള സ്കൂളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 500 മീറ്ററിനടുത്ത് ചിലപ്പോൾ ഒരു നല്ല വീടുണ്ടാവില്ല.
അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്ററിൻ്റെ അകത്തൊരു നല്ല വീടുണ്ടാവില്ല, കുറേ യാത്ര ചെയ്യണം, ഗ്രാമങ്ങളാണ്. ഇവിടെ അങ്ങനെ ഗ്രാമങ്ങളില്ല, അടുത്തടുത്ത് ഓടി അടുത്ത വീടിൻ്റെ ടെറസിൻ്റെ മുകളിലെങ്കിലും കയറാനൊക്കെയുള്ള സൗകര്യമുള്ളതുകൊണ്ടാണ് ഇത്രയും മരണമൊന്നും ഉണ്ടാകാതെ പോയത്. അല്ലാതെ ഗവൺമെൻറ് അങ്ങ് ആക്ട് ചെയ്തിട്ടെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഇതൊക്കെ കേട്ടാൽ അവിടെയുള്ള ആളുകളൊക്കെ വിഷമിച്ചു പോകും. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രമുള്ളല്ലോ, തെരഞ്ഞെടുപ്പ് പൂർവ്വ ബജറ്റിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം പോലും പൊളിച്ചെടുക്കുകയാണ്. അങ്ങനെയല്ല എന്ന് തോന്നിക്കുകയാണ്. കാരണം ഈ സെസ് ഏർപ്പെടുന്നതിലൂടെ നിർമ്മാണ സാമഗ്രികൾക്ക്, ഗൃഹോപകരണങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും സെസ് ഏർപ്പെടുന്നതിലൂടെ ഒരു ജനപ്രിയ ബജറ്റ് അല്ല തോമസ് ഐസക് ലക്ഷ്യമിട്ടതെന്ന് വി ഡി സതീശൻ ആരോപിക്കുന്നത്. അതിൻ്റെ കാരണം ആ ഒരു പരിഭ്രാന്തിയാണ്, എങ്ങനെ വരുമാനം കൊണ്ടുവരുമെന്നുള്ള പരിഭ്രാന്തിയിൽ സംഭവിച്ചതാണെന്നാണ്. ഈ ബജറ്റിനെ മൊത്തത്തിൽ ഇൻ ടോട്ടാലിറ്റിയിൽ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളേക്കാൾ ഊന്നൽ വരുമാന വർധനവ് നൽകി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിൽ കുറേ ശരിയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനപ്രിയമാകാൻ കഴിയുകയില്ല എന്നിരിക്കെ തന്നെ കുറേ കൂടെ വിഭവ സമാഹരണത്തിന് ശ്രമിക്കാമായിരുന്നു, അത് വേറെ രീതിയിൽ സാധിക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അങ്ങേയറ്റം കാര്യക്ഷമതയില്ലാതെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, വസ്തു നികുതി കളക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രോപ്പർട്ടി ടാക്സ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ ആ മേഖല സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കുറേ കൂടെ കാര്യക്ഷമമായ അദ്ദേഹത്തിന് വിഭവ സമാഹരണത്തിന് അദ്ദേഹം ശ്രമിക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളതൊന്നും അദ്ദേഹം ശ്രമിക്കാതെ തന്നെ ഈ സെസ് ഏർപ്പെടുത്തിയതിൽ ചില അപാധകൾ ഉണ്ട് എന്ന് തോന്നാം. പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല. കാരണം ഈ പ്രളയം ബാധിതങ്ങളിലുള്ള ആൾക്കാർ %75 വരുന്ന ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് 1% സെസ് ഏർപ്പെടുത്തുന്നത് അവർക്കൊരു വലിയ ബേർഡനായി മാറുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടർ തോമസ് ഐസക്കിനെ ഒരു ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കുറ്റം ആരോപിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടുതൽ വിഭവസമാഹരണത്തിലുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നിട്ട് കൂടി അത് നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രഖ്യാപിച്ചിട്ടുള്ള 25 പദ്ധതികൾ ഒരു 3-4 മാസത്തിനകം കുറച്ചെങ്കിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വിപണിയിൽ കൂടുതൽ വിഭവങ്ങൾ എത്തുകയും വ്യാപാര വ്യവസായ മേഖലകൾക്ക് ഉത്തേജനം നൽകുകയും അതുവഴിയായിട്ട് അടുത്ത ഒരു 8 മാസത്തിനകം നികുതി വരുമാനത്തിൽ വർധനമുണ്ടാവുകയും ചെയ്യും. അദ്ദേഹം 30% നികുതി വരുമാനം വർദ്ധിക്കും എന്ന് പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാനാവുന്നില്ല. പക്ഷേ ഒരു 15-നും 20% അകം നികുതി വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, പൂർണ്ണമായും ജനപ്രിയതയെ അദ്ദേഹം തള്ളിക്കളഞ്ഞു എന്നും പറയാൻ ഒക്കുകയില്ല. കാരണം ഒരു ജനകീയ സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എക്കാലവും ബജറ്റുകൾ ജനപ്രിയമല്ലെങ്കിൽ ധനകാര്യമന്ത്രി ഷംസീർ, ഇത് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ ജനപ്രിയത കുറവാണ് എന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. ആ അർത്ഥത്തിൽ ജനപ്രിയമാകാനും കഴിയില്ല ഇത്തരത്തിലൊരു പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ. ഇപ്പോൾ വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഒരു പരിഭ്രാന്തിയിലാകാം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച ബജറ്റിലും അത്തരത്തിൽ ജനപ്രിയത കലരാതിരുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. മറുപടി? അല്ല, അദ്ദേഹം ഒരു ഇലക്ഷൻ ഓറിയൻറ്റഡ് ഡിസ്കഷൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഗ്ലോറിഫൈ ചെയ്യാനും ഈ ബജറ്റ് ആകെ മോശമാണ് അദ്ദേഹം അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അദ്ദേഹം AICC ലീഡറാണ്, അങ്ങനെ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പറഞ്ഞു, പിണറായി ഗവൺമെൻറ്റുള്ള ഞാൻ ആ മറ്റേ പ്രളയത്തിലെ മരണസംഖ്യയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കതിൽ ലോജിക്ക് മനസ്സിലായി. തിക്ലി പോപ്പുലേറ്റഡ് ആകുമ്പം മരണസംഖ്യ കൂടുകയും ചെയ്യാൻ, അല്ലാതെ ആളുകൾ പല ദൂരത്ത് താമസിക്കുമ്പോൾ മരണനിരക്ക് കുറയുകയും ചെയ്യാൻ. അതിൽ സിമ്പിൾ ലോജിക്കാണ്. അതിന് അങ്ങ് വലിയ PDC ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. സോ നോർമൽ ബുദ്ധിയാണ് അതിൽ. ഇവിടെ അതിനകത്ത് നടത്തിയ പ്രവർത്തനത്തെ നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. VD സതീശൻ എന്ന പറവൂർ MLA അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മണ്ഡലത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രളയം ഉണ്ടായപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ ആരോടും ഉന്നയിച്ചില്ലല്ലോ. നിങ്ങൾ ആക്ട് ചെയ്തിട്ടുണ്ട്, ഒപ്പം സർക്കാർ ആക്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങൾ ഉൾപ്പെടെ വന്നിട്ടില്ലേ? അങ്ങ് അങ്ങ് ഏറ്റവും അറ്റത്ത് കിടക്കുന്ന തലശ്ശേരിയിലെ MLA ഞാനതിനവിടെ വരേണ്ട കാര്യം? അപ്പം ഞങ്ങളെല്ലാം അതിനകത്ത് ഒറ്റ പൊളിറ്റിക്സ് കണ്ടിട്ടില്ല.
പറവൂരാണ് UDFന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ സഹായം ചെയ്യാൻ പറ്റാവുന്ന പരമാവധി സഹായം പറവൂരിനും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പൊളിറ്റിക്സ് കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ അതിലും ഇപ്പോൾ എലിഗേഷൻ കാണുകയാണ്. പിണറായിയുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് അത് അംഗീകരിച്ചേ പറ്റൂ. അതിന് സതീശൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആവശ്യമില്ല, അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇലക്ഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞല്ലോ, ഇലക്ഷൻ ഓറിയൻറ്റഡ് അല്ലാന്ന് ഈ ബജറ്റിൽ ഞങ്ങൾക്ക് കേരളത്തെ സംരക്ഷിക്കലാണ്, പുനർനിർമ്മിക്കലാണ് അജണ്ട. ആ പുനർനിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അജണ്ട വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ റിസോഴ്സ് ജനറേറ്റ് ചെയ്യാം ഒരു ഭാഗത്ത്, ഒപ്പം ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൻ്റെ ഭാഗമായ പെൻഷൻ, അതുപോലെ കാര്യങ്ങൾ, മത്സ്യത്തൊഴിലാളി മേഖല, വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു കാലത്ത്, ഈ ഒരു ഘട്ടകാലത്ത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം നിങ്ങൾക്കറിയാം, UDFന്റെ സമീപനവും നിങ്ങൾക്കറിയാം. UDF സാലറി ചാലഞ്ചിന് പാരവെച്ചവരാണെങ്കിൽ കേന്ദ്ര സർക്കാർ മറുഭാഗത്ത് ഈ പറയുന്ന രീതിയിൽ വിദേശ സഹായത്തിന് പാരവെച്ചു. അപ്പോൾ ഒരു സ്റ്റേറ്റിന് എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിച്ച് കൊല്ലാം എന്ന് ശ്രമിക്കുമ്പം അതിൽ എങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ ഒരു ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും, ആ പ്രവർത്തനം ഈ ബജറ്റിനകത്തുണ്ട്. അത് നടപ്പിലാക്കാൻ സാധിക്കുന്ന വരുമാന വർധനവ് എന്ന പ്രതിസന്ധിയെ എങ്ങനെ ഈ സർക്കാർ മറികടക്കും എന്നുള്ളതാകും വരും ദിവസങ്ങളിൽ നാം കാത്തിരുന്ന് കാണുന്നത്. വളരെയധികം നന്ദി ശ്രീ N. ഷംസീർ, VD സതീശൻ, ജോസ് സെബാസ്റ്റ്യൻ, NM ഷറഫുദ്ദീൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.